താങ്ക് യു സോ മച്ച് ഡോക്ടർ സജി മത്തായി. എല്ലാവർക്കും ഒരു നല്ല പുതുവത്സരം ആശംസിച്ചുകൊണ്ട് തുടങ്ങാം. ആദ്യമായിട്ട് തന്നെ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ആ, ശ്രീമതി മിസസ് അക്കാമ കല്ലേൽ, ഡോക്ടർ സജി മത്തായി എന്നിവരോടുള്ള നിസ്സീമമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇന്നത്തെ വിഷയം നോ ദ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഒരു നാർസിസിസ്റ്റിക്, നമുക്കതിൻ്റെ ഡെഫിനിഷനിലേക്കൊക്കെ പിന്നെ പോകാം. അവരെ എങ്ങനെ തിരിച്ചറിയാം, അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. സോ നമ്മൾ ഇതിൻ്റെ ഒരു ഡിസ്കഷനിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ഡിസ്ക്ലെയിമർ പറയുകയാണ്. ഞാൻ ആദ്യമേ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടം പോലെ സമയം ചോദ്യ ഉത്തരത്തിന് നമുക്ക് ചെലവഴിക്കാം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇനി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് അതിന് ഉത്തരം തരാം, അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞു തരുകയും ചെയ്യാം. പക്ഷേ അത് എൻഡ് ഓഫ് ദ ഡിസ്കഷനിലേക്ക് നമുക്ക് ആ ചോദ്യോത്തര വേള നമുക്ക് അങ്ങനെ ക്രമീകരിക്കാം. സോ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പേഴ്സണാലിറ്റി, എന്താണ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ പങ്കെടുക്കുന്ന പലരും ഇതിൽ നല്ല വൈദഗ്ധ്യമുള്ളവരായിരിക്കും, എന്നാലും ഇതിനെക്കുറിച്ച് വളരെ അറിവില്ലാത്തവരും ഈ ഗ്രൂപ്പിൽ കാണുമായിരിക്കുമല്ലോ. ഇതൊരു പുതു ഗ്രൂപ്പ് ആയതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇതൊന്ന് ആദ്യം പ്രസൻറ്റ് ചെയ്തിട്ട് നമുക്ക് ടോപ്പിക്കിൻ്റെ കോറിലേക്ക് കിടക്കാം. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവ വിശേഷതകൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് ആ വ്യക്തിയുടെ ചിന്ത, ആ വ്യക്തിയുടെ ജോലി, ആ വ്യക്തിയുടെ ബിഹേവിയേഴ്സ്, പ്രവൃത്തി, ബന്ധങ്ങൾ, പിന്നെ എന്താണ് വ്യക്തിത്വമായിട്ട് അനുബന്ധിക്കുന്ന ഓരോ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് സം ടോട്ടലാക്കി കഴിയുമ്പോൾ അതാണ് ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് എന്ന് നമ്മൾ പറയും. അതൊരു ബുദ്ധിമുട്ട് ഒരാൾക്കോ മറ്റ് സമൂഹത്തിൽ ഉള്ളവർക്കോ അതൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു ഇൻട്രോവേർട്ട്, അല്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ ടെർമിനോളജി പറയുമ്പോൾ സ്കിറ്റ്സോയിഡ് എന്ന് പറയും, ഒരു അന്തർമുഖ പേഴ്സണാലിറ്റി ആണെങ്കിൽ ആ രീതിയിൽ ഞാൻ ജീവിക്കുന്നതുകൊണ്ട് എനിക്കോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കുന്നവർക്കോ സാധാരണ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല. അതുകൊണ്ട് നമ്മൾ അവരെ ഒരു രോഗാവസ്ഥ എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ കണക്കാക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരു ഡിസോർഡർ എന്താണെന്ന് നമ്മൾ അമേരിക്കയിലെ നമ്മുടെ മാനസിക രോഗത്തിൻ്റെ ബൈബിളായ DSM എന്ന് പറയും, ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഈ സവിശേഷതകൾ, അല്ലെങ്കിൽ ഈ വ്യക്തിത്വ സവിശേഷതകൾ ആർക്കെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ട്, അതായത് 3 തലങ്ങളിൽ, ഒന്നെന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരപരമായ അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആ വ്യക്തിക്കോ ആ വ്യക്തിയുമായിട്ട് സംബന്ധിക്കുന്ന, അതായത് കുടുംബാംഗങ്ങൾ, ജോലി സ്ഥലത്തുള്ള ആളുകൾ, ഇവരുമായിട്ട് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു അവസരത്തിൽ അതിനെ ഒരു രോഗാവസ്ഥയെന്ന് നമുക്ക് പറയാം. രണ്ടാമത് ഫസ്റ്റ് ബയോളജിക്കൽ, അല്ലെങ്കിൽ ശരീരപരമായ, അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്ന് പറയാം. രണ്ടാമതെന്ന് പറഞ്ഞാൽ അവരുടെ ജോലി സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓക്കുപേഷനും. ആ ജോലി സ്ഥലത്ത് നമ്മൾ പോയി ഈ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾക്കോ അല്ലെങ്കിൽ വ്യക്തിക്കോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന കോവർക്കേഴ്സിനോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഈ ഒരു പേഴ്സണാലിറ്റി കൊണ്ടുണ്ടായാൽ ഇതിനെ ഒരു രോഗാവസ്ഥയെന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 1/3 ഓഫ്, ഇപ്പോൾ പ്രത്യേകിച്ച് അമേരിക്കയിൽ ജീവിക്കുന്നവരാണ് ഈ ഗ്രൂപ്പിൽ കൂടുതലെങ്കിൽ ജോലി ചെയ്യാതെ ജീവിക്കാൻ സാധിക്കത്തില്ല. ജോലി എന്തെങ്കിലും ചെയ്തെങ്കിലേ നമുക്കൊരു മിനിമമായിട്ട് ഒരു വീടോ അല്ലെങ്കിൽ ഒരു ഫോൺ വേണമെങ്കിൽ പോലും നമ്മുടെ ഒരു ജോലിയുടെ W2 ഫോം കൊണ്ട് കൊടുക്കണം. എന്നിട്ട് ജോലിയിലൊരു പ്രശ്നം നമ്മൾ ഇത് സൃഷ്ടിച്ചാൽ നമ്മളൊരു രോഗാവസ്ഥയായിട്ട് ഇത് കാണും. മൂന്നാമത് സാമൂഹ്യ ബന്ധം, അല്ലെങ്കിൽ നമ്മൾ പറയും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പ്. നമ്മുടെ കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, കുടുംബാംഗങ്ങൾ, മക്കള്, സഹോദരങ്ങൾ, പിന്നെ നമ്മുടെ അടുത്ത ലൈനിലുള്ള കമ്മ്യൂണിറ്റി, അതായത് ചർച്ച്, കൂടുതലും ചർച്ച് അല്ലെങ്കിൽ ടെമ്പിൾ, അസോസിയേഷൻസ്, കൂട്ടായ്മകൾ, ഇവിടെ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ഇതിനെ ഒരു രോഗാവസ്ഥയെന്ന് പറയും. എന്നാൽ ഇത് രണ്ടും തമ്മിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സവിശേഷത, അടുത്തത് ഇതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട്. ഈ ബുദ്ധിമുട്ടിനാണ് നമ്മൾ രോഗാവസ്ഥ എന്ന് പറയുന്നത്. ഇത് ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പറയാം,
നാർസിസിസം, അതായത് നമ്മൾ ഇന്ന് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് പഠിക്കുന്നത്. നാർസിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒറിജിൻ, അതിൻ്റെ ഓണ്ടോളജി നമ്മൾ നോക്കുമ്പോൾ അത് ഒരു ഗ്രീക്ക് മിത്തോളജി, അതായത് യവന പൗരാണിക ശാസ്ത്രത്തിൽ നിന്നാണ് ഈ ഒരു കഥ വന്നേക്കുന്നത്. നാർസിസിസ് എന്ന് പറഞ്ഞൊരു ഒരു മഹത് വ്യക്തി പണ്ട് ജീവിച്ചിരുന്നു എന്നും അദ്ദേഹം ഒരു ചെറിയ ഒരു അരുവിയുടെ അടുത്ത് ചെന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ മുഖം എപ്പോഴും ഈ അരുവിയിലേക്ക് നോക്കി അതിൻ്റെ റിഫ്ലക്ഷൻ എപ്പോഴും കണ്ടങ്ങ് ആസ്വദിക്കുമായിരുന്നു എന്നുമാണ് ഈ കഥ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ഹാൻഡ്സംനെസ് അല്ലെങ്കിൽ ഒരു ഒരു ബ്യൂട്ടി കണ്ട് മതിമറന്ന് ആ നദിയുടെ അടുത്ത് തന്നെ ഇരുന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ചെലവാക്കി. അദ്ദേഹം ആ ഒരു രീതിയിലാണ് പോകുന്നത്. ആ വ്യക്തിയുടെ പേരാണ് നാർസിസസ്. എന്നിട്ട് ആ കഥ ഇനി ഞാൻ തുടർന്ന് പോകുന്നില്ല, പക്ഷേ അതിൻ്റെ കഥ ബാക്കിയുണ്ട്. ആ ആ വ്യക്തി ഇരുന്ന് ഇരുന്ന് ഈ മുഖം ദർശിക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു പൂവുണ്ടായി. ആ പൂവ് വളരെ മനോഹരമായ പൂവാണ്. ആ പൂവിൻ്റെ പേരും നാർസിസസ് എന്നിട്ടു. അവിടുന്നാണ് ഈ കഥ വന്ന് ഈ നാർസിസിസ്റ്റിക് എന്ന് പറഞ്ഞ ആ വാക്ക് ഉടലെടുത്തതെന്നാണ് അതിൻ്റെ അതിൻ്റെ എറ്റിമോളജി ആൻഡ് ഓണ്ടോളജി പറയുന്നത്. പക്ഷേ നമ്മൾ എന്താണ് ഈ ഒരു നാർസിസ്റ്റിക് സെൽഫ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ചെറിയൊരു ധാരണ വേണം. എന്താണ് ഈ ഒരു നാർസിസിസം ഒരു വ്യക്തിയിലേക്ക് നമ്മൾ വരുമ്പം? സോ നാർസിസ്റ്റിക് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വന്തം അല്ലെങ്കിൽ അവൻ്റെ ആത്മഗുണങ്ങളിൽ ഒരു മതിമറന്ന ഒരു സ്വഭാവം നമ്മൾ വെക്കുക. നമ്മൾ ആത്മഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ല, നമ്മുടെ ഒരു ഒരു ബ്രില്യൻസ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ ശക്തി, അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം, അല്ലെങ്കിൽ നമ്മുടെ കഴിവ്, അതിലൊരു ആത്മരതി കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു ഒരു വാട്ട് യു കോൾ ഒരു ഒരു എക്സ്റ്റസി കണ്ടെത്തുന്ന ഒരു സ്വഭാവത്തിനാണ് ഈ നാർസിസ്റ്റിക് സെൽഫ് എന്ന് പറയുന്നത്. കാരണം എല്ലാ വ്യക്തികൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഒരു പ്രൈഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു ആത്മതൃപ്തിയുണ്ട്. പക്ഷേ ഈ വ്യക്തികൾക്ക് നാർസിസ്റ്റിക് സെൽഫ് ഉള്ള വ്യക്തികൾക്ക് ഇതിനെ ഒരു 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 അമിതമായ ഒരു പ്രാധാന്യം അവരുടെ സൗന്ദര്യത്തിനും അവരുടെ കഴിവിനും ബുദ്ധിക്കും അവൻ്റെ ഒരു എന്താ പറഞ്ഞ ഒരു സെൽഫിഷ്നെസ് അല്ലെങ്കിൽ ഒരു സ്വാർത്ഥത, ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു അല്പം കൂടുതലാണ്. എന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതൊരു രോഗമാണെന്ന് നമ്മൾ ഒരിക്കലും കണക്കാക്കുന്നില്ല. ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഒരാൾക്ക് ഇച്ചിരി അഹങ്കാരം, ഒരു അല്പം അഹങ്കാരം കൂടുതലാണെങ്കിൽ നമ്മൾ പറയും അദ്ദേഹം ഒരു അഹങ്കാരിയാണെന്ന് പറയും. എന്നാൽ ഒരു രോഗിയാണെന്ന് നമ്മൾ പറയത്തില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മാഭിമാനം അത് അല്പം കൂടുതലാണെങ്കിൽ നമ്മൾ അവരോട് പറയും, ഓ ഹീസ് എ വെരി കോൺഫിഡൻറ്റ് പേഴ്സൺ, അദ്ദേഹത്തിന് വളരെ പൊസിഷൻസും അല്ലെങ്കിൽ വലിയ ഉന്നത രീതിയിലുള്ള ജോലികളും എല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്, കാരണം അദ്ദേഹത്തിൻ്റെ സെൽഫ് കോൺഫിഡൻസ് വലുതാണ്. പക്ഷെ അതൊരു രോഗാവസ്ഥയല്ല. പക്ഷെ ഈ ഒരു 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 അല്ലെങ്കിൽ ആത്മസ്നേഹം, മതിമറന്ന ആത്മസ്നേഹം ഒരു പരിധിയിൽ അങ്ങോട്ട് കടന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ തുടങ്ങിയ ഒരു ഡെഫിനേഷനിലേക്ക് നമ്മൾ പോകും. ഇത് മറ്റുള്ളവർക്കും അവനവന് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു 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 പ്രക്രിയയായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു അവസ്ഥയായിട്ട് മാറും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ സ്പൗസ് ഉണ്ട്, അവരങ്ങ് ഇഗ്നോർഡായി പോവും. നമ്മുടെ കൂടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്കൊരു പ്രാധാന്യം ഇല്ലാതായി പോവും. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന കോവർക്കേഴ്സ് അങ്ങനെയുള്ളവർക്കൊന്നും ഒരു ശ്രദ്ധ കിട്ടാതെയും, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് ശ്രദ്ധിച്ചും നമ്മുടെ ജീവിതത്തിനെ മാത്രം മുൻനിർത്തി ഉള്ള ഒരു പ്രവർത്തനത്തിലോട്ടൊക്കെ ഒരു രീതിയിലോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു സമയത്താണ്, ആ ഒരു സമയത്താണ് നമ്മളെ ഒരാളെ ഒരു രോഗനിർണയത്തെ ആ ഒരു സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്നത്. എന്നാൽ നമ്മൾ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ചർച്ച മുമ്പോട്ട് പോവാം. സോ എന്താണ് ഇവരുടെ ഒരു രോഗലക്ഷണം, അതിലേക്ക് നമുക്ക് പോവാം. ആദ്യത്തെ രോഗലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ എപ്പോഴും അവർക്ക് ഉള്ള സ്വയ പ്രാധാന്യം അല്ലെങ്കിൽ സെൽഫ് ഇമ്പോർട്ടൻസ് അതെപ്പോഴും കുറച്ച് എക്സാജുറേറ്റഡ് ആണ്, അല്ലെങ്കിൽ കുറച്ച് അതിശയോക്തിപരമായിട്ടാണ് അവരെപ്പോഴും അവരെ തന്നെ അവരുടെ ഒരു കഴിവിനെക്കുറിച്ചും അവരുടെ ഒരു ആശയത്തെക്കുറിച്ചും അവരുടെ ഒരു ബുദ്ധിയെക്കുറിച്ചും ഒക്കെ അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ അതിശയോക്തിപരമായിട്ടായിരിക്കും. രണ്ടാമത് അവർക്ക് ഭയങ്കര ഫാൻറ്റസീസ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ചിന്താ ശകലം എപ്പോഴും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, കുറച്ച് വാക്കുകൾ പറയാം. സൗന്ദര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വിജയം, സക്സസ്. ഒരു വിജയം ഇല്ലാത്ത ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തിനും അവർ വിജയിക്കണം. വിജയം ആണ് അവരുടെ ഏറ്റവും വലുത്. മൂന്നാമത് മൈറ്റ് അല്ലെങ്കിൽ ശക്തി.
മൈറ്റ് ഈസ് റൈറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശക്തിയാണ് അവരുടെ ശക്തി എന്ന് പറഞ്ഞാൽ അവരുടെ യൗവനം, അവരുടെ ആരോഗ്യം, അവരുടെ ശക്തി എന്നതിനെക്കുറിച്ചുള്ള അമിതമായ ചിന്തകളാണ് അവരെപ്പോഴും അത് കൊണ്ട് നടക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആധിപത്യം പുലർത്തുന്ന മനോചിന്തകളാണ് ശക്തി, സൗന്ദര്യം, പിന്നെ ബുദ്ധി ഇതുപോലുള്ള കാര്യങ്ങൾ. നാലാമത് അവരെപ്പോഴും ഒരു പ്രത്യേക ആള് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ വ്യക്തിത്വമാണെന്നും അവരുടെ ആ വ്യക്തിത്വത്തെ മറ്റുള്ള ഒരാളുമായിട്ട് ഒരു സാധാരണ ഒരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, താരതമ്യം ചെയ്യാൻ ഒരു കാരണവശാലും പറ്റത്തില്ല. അവരെപ്പോഴും റിലേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബന്ധപ്പെടേണ്ടത് ഒരു ഹൈ ക്ലാസ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ അത്രയും അവരുമായിട്ട് സമമായിട്ടുള്ള ബുദ്ധിയുള്ളവരുമായിട്ടും ശക്തിയുള്ളവരുമായിട്ടും പ്രത്യേക പ്രിവിലേജ് ക്ലാസ് ആയിട്ടുള്ള ആളുകളുമായിട്ടേ അവർ ബന്ധപ്പെടാവുള്ളൂ എന്നൊരു ചിന്ത അവർക്ക് എപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളവരിപ്പം വന്ന് വന്ന് ഒരു സാധാരണ ഒരു ഒരു ജോലി ചെയ്യുന്ന ഒരു നേഴ്സോ അല്ലെങ്കിൽ ഒരു ഒരു ടെക്നീഷ്യനോ ഇങ്ങനെയുള്ളവരുമായിട്ട് അവർക്ക് ബന്ധപ്പെടാൻ അവർക്ക് താല്പര്യം കുറവായിരിക്കും. ഇപ്പോൾ ഒരു നേഴ്സ് വന്ന് ചോദിക്കുക എന്താണ് നിങ്ങളുടെ രോഗലക്ഷണങ്ങളെന്ന് ചോദിക്കുക, അവർ പറയും ഒന്നുമില്ല, ഡോക്ടർ വരട്ടെ, ഞാൻ പറയാം, ഡോക്ടറോട് നേരിട്ട് പറയാം. അല്ലെങ്കിൽ അവർക്കൊരു ഗ്ലാസ് വെള്ളം വേണം, അതിപ്പോൾ നേഴ്സിനോട് ചോദിക്കാതെ നേരെ അവർക്ക് കിട്ടുന്ന ഫോൺ നമ്പർ ചിലപ്പം ഹോസ്പിറ്റൽ സിഇഒയുടെ നമ്പർ ആയിരിക്കും, നേരെ അവരെ അങ്ങ് വിളിക്കുക, എനിക്കാരും വെള്ളം തരുന്നില്ല. നിങ്ങൾ അന്നേരം സിഇഒ എന്ന് പറഞ്ഞാൽ ഒരു ഒരു 10 പൊസിഷൻ്റെ മുകളിലുള്ള ഒരാളായിരിക്കും. പക്ഷേ ഈ പെട്ടെന്ന് ഈ കോൾ വരുമ്പോഴത്തേന് പെട്ടെന്ന് ഈ ജോലി ചെയ്യുന്ന യിലുള്ള ആ യൂണിറ്റിലുള്ള എല്ലാവരും ഒരു പ്രശ്നത്തിലോട്ട് പോവുക. പക്ഷെ എന്തിന് ഈ വ്യക്തി നേരെ ആ സിഇഒ ആയിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ വ്യക്തിയുടെ ഒരു പ്രശ്നമാണത്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ പ്രശ്നമാണ്. ഇവർക്ക് സാധാരണ ഉള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ ഇവർക്ക് ഒരു താല്പര്യമില്ല. പിന്നെ ആറാമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവർക്ക് ഈ പ്രശംസ വേണം. എപ്പോഴും എല്ലാവരും ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും അതും ഇതും, നിങ്ങൾ വലിയ വ്യക്തിയാണ്, നിങ്ങൾ വലിയ ആളാണ്, പത്രത്തിൽ ഫോട്ടോ, അത് ഇത് എല്ലാം ഇവർക്ക് ആത്മപ്രശംസ എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഉണ്ട്. എല്ലാവരുടെയും അഭിനന്ദനം ഇവർക്ക് എപ്പോഴും വേണം. പിന്നെ പിന്നെ എൻടൈറ്റിൽമെന്റ് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്തടുത്ത് പോകാം. ഇവർക്ക് എപ്പോഴും ഒരു എന്താന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും ഇവർക്ക് അർഹതയുണ്ടെന്ന് ഇവരെപ്പോഴും വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു പ്രൊമോഷൻ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അവന് കിട്ടേണ്ടതല്ല, ഇത് എനിക്ക് കിട്ടേണ്ടതാണ്. അല്ലെങ്കിൽ അടുത്ത അയൽവക്കത്തെ ഒരാൾ ഒരു നല്ലൊരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് അവനുള്ളതല്ല, ഇത് എനിക്കുള്ള BMW ആണ് എന്നുള്ളൊരു എൻടൈറ്റിൽമെന്റ് എപ്പോഴും ഇവർക്കുണ്ട്. ഇതിൽ നിന്ന് അസൂയം ചിലപ്പം വരും. ചിലപ്പോൾ ഇവർ മുതലെടുക്കുകയും ചെയ്യും, മറ്റുള്ളവരെ ഈ ഈ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കൈകാര്യം ചെയ്ത് ഇവർക്ക് കുറേ സൂത്രപ്പണികളും അതുമെല്ലാം വെച്ചിട്ട് ഇവർ മറ്റുള്ളവരെ ഈ അസൂയ കൊണ്ട് അവരെ മുതലെടുക്കും. ഫൈനലി ഇവർക്കില്ലാത്തൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഇവർക്കില്ലാത്തത് എമ്പതിയാണ്. എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സഹാനുഭൂതി അല്ലെങ്കിൽ ഒരു കമ്പാഷൻ. ഇത് ഇവർക്ക് തൊട്ട് വെച്ചിട്ടില്ല. ഇവർ അഭിനയിക്കും ചിലപ്പോൾ ഉണ്ടെന്നുള്ള രീതിയിൽ. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പം ഫോക്സ് ഇൻ ഷീപ്പ് സ്കിൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇവർ കുറുക്കന്മാരാണ്, പക്ഷേ ഇവർക്ക് എപ്പോഴും ഒരു ചെമ്മരി, ഒരു കുഞ്ഞാടിൻ്റെ ഒരു തോലണിഞ്ഞ ഒരു കുറുക്ക സ്വഭാവം ഇവർക്കുണ്ട്. കാരണം ഇവർക്ക് എമ്പതി ഇല്ല, മറ്റുള്ളവനോട് ഒരു സഹാനുഭൂതി ഇല്ല. ഇവർ മറ്റുള്ളവർ കാണിക്കുന്ന ഒരു സഹാനുഭൂതി എന്ന് പറഞ്ഞാൽ ഇവരുടെ സെൽഫിഷ്നെസ്സിന് വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു ഒരു അഭിനയമാണ് ഈ ഈ എമ്പതി എന്ന് പറഞ്ഞാൽ. സോ അവർക്ക് ആ ഒരു രീതിയിൽ ഒരിക്കലും ഒരു ഇണയോടോ അല്ലെങ്കിൽ മറ്റ് ജീവിതത്തിൽ ആരോടും, മക്കളോടോ മാതാപിതാക്കന്മാരോടോ ഒന്നും ഒരു സഹാനുഭൂതി ഇവർക്ക് ശരിക്കും കാണിക്കാനോ അത് തിരിച്ചറിയാനോ ഉള്ള കഴിവില്ല ഇവർക്ക്. അതാണ് ഒരു രോഗാവസ്ഥയെ നമ്മൾ ആദ്യമായിട്ടൊരു ചുരുക്കത്തിൽ നിർണ്ണയിക്കുന്നത്. നമുക്കിനി ഒരു ചോദ്യ ഉത്തര രീതിയിലോട്ട് നമുക്ക് പോവാം. ഞാൻ ഡോക്ടർ സജി പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഡോക്ടർ സജിക്ക് അയച്ചു കൊടുത്തായിരുന്നു. ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് രണ്ടെണ്ണം വായിച്ച് അതിൻ്റെ ഒരു ഉത്തര രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു, ഈ പല ടി വി ചാനലുകളൊക്കെ ഈ നാർസിസത്തെക്കുറിച്ച് കണ്ടു കഴിയുമ്പോഴത്തേന് ഇവരെല്ലാം ഒരു വയലൻ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു അബ്യൂസീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആക്രമ വാസനയുള്ള അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ പാർട്ട്ണറിനെ ഉപദ്രവിക്കുന്ന ഒരു കൂട്ടരാണോ, അല്ലെങ്കിൽ ഒരു ഇൻറ്റിമേറ്റ് പാർട്ട്ണർ വയലൻസ് അല്ലെങ്കിൽ ഭവനത്തിലുള്ള ഈ പ്രശ്നങ്ങളും അതുപോലുള്ള വയലൻസും ഇവരുടെ ജീവിതത്തിൽ ഒരു അവിഭാജ്യ ഘടകമാണോ, അതോ അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതൊരു ചോദ്യമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, പുരുഷന്മാരിലും സ്ത്രീകളിലും ഈ ലക്ഷണങ്ങൾ സമമാണോ അതോ വ്യത്യാസമുണ്ടോ? സോ അത് രണ്ടും നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യാം.
ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് തന്നെ പല തരത്തിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒരു 8 തരങ്ങളിൽ തരംതിരിക്കാം. പക്ഷെ നമുക്ക് ഒരു മേജറായിട്ട് ഇതൊരു ക്ലാസ് അല്ലല്ലോ. അന്നേരം നമുക്ക് മേജറായിട്ട് ഒരു 2 തരത്തിൽ തിരിച്ചിട്ട് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവേർട്ട് നാർസിസം എന്ന് പറയും. ഓവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷമായ അല്ലെങ്കിൽ അവരെ പിന്നെ നമുക്ക് വിളിക്കാവുന്ന ഒരു ഗ്രാൻഡിയോസ് നാർസിസ്റ്റ് എന്ന് പറയും. പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു നാർസിസമാണ് ഗ്രാൻഡിയോസ് നാർസിസം. അവരെപ്പോഴും പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ ഒവേർട്ടായിട്ടാണ് അവരെപ്പോഴും അവരുടെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഈ ആത്മരതിപരമായ അല്ലെങ്കിൽ ആത്മസ്നേഹപരമായ പേഴ്സണാലിറ്റീസ് അവരെപ്പോഴും ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ പോർട്രേ ചെയ്യുന്നത്. അന്നേരം അതെങ്ങനെയാണെന്ന് ഞാൻ ഒരല്പം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ രണ്ടാമത്തെ ഒരു വലിയ പേഴ്സണാലിറ്റി ഉണ്ട്. അവർ കൂടുതൽ സ്ത്രീകളാണ്. എന്നാൽ 40% പുരുഷന്മാരിലും കാണുന്ന വേറെ ഒരെണ്ണമാണ് വൾണറബിൾ നാർസിസം എന്ന് പറയും. വൾണറബിൾ അല്ലെങ്കിൽ കൊവേർട്ട്. അവരെപ്പോഴും ഒളിഞ്ഞിരുന്ന് അല്ലെങ്കിൽ ക്ലോസറ്റ് നാർസിസം എന്ന് പറയും. ക്ലോസറ്റ് എന്ന് പറയുന്നത് നമ്മളറിയാമല്ലോ, ബെഡ്റൂമിൻ്റെ സൈഡിലുള്ള ഒരു 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 മുറി, അതായത് ജനലും കതകൊന്നും ഇല്ലാത്ത, കതവുണ്ട് പക്ഷെ ജനലൊന്നും ഇല്ലാത്ത, നമ്മുടെ തുണിയൊക്കെ തൂക്കിയിടുന്ന ഒരു മുറി. ആ ഒരു മുറിയിലെ പോലെ ഒരു അടഞ്ഞ അവസ്ഥയിലുള്ള നാർസിസം അല്ലെങ്കിൽ ഒരു രഹസ്യ നാർസിസം ഉണ്ട്. ഇത് മെയിനായിട്ട് ഇതാണ് ഈ 2 നാർസിസം. ഈ പ്രത്യക്ഷമായ നാർസിസിസം ഉള്ള ആളുകളാണ് നമ്മൾ കൂടുതലും ഒരാളെ ആക്രമിക്കുക അല്ലെങ്കിൽ ഒരാളോട് ഒരു എമ്പതി കാണിക്കാതുള്ളൊരു പെരുമാറ്റവും അല്ലെങ്കിൽ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഭയത്തിൽപ്പെടുത്തി അവർക്ക് ഒരു പൊസിഷൻ നേടാനും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം അങ്ങനെ ഈ വിവാഹ ജീവിതത്തിലുള്ള പ്രത്യക്ഷമായ ഈ എന്താ പറഞ്ഞ ഈ ഈ സംഘടനകൾ അല്ലെങ്കിൽ ഫൈറ്റ്സ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കാണുന്നത് ഈ നാർസിസ്റ്റ് ഗ്രാൻഡിയോസ് അല്ലെങ്കിൽ ഓവേർട്ട് നാർസിസ്റ്റിലാണ് ഈ ലക്ഷണങ്ങൾ കൂടുതൽ കാണുന്നത്. അവരെപ്പോഴും ചെറുതായിട്ടൊരു ഒരു ഒരു വയലന്റ് പേഴ്സണാലിറ്റി ആയിരിക്കും. അവർക്ക് പൊസിഷൻ കിട്ടിയില്ലെങ്കിൽ അവരെ ആരെ ഏത് രീതിയിലായാലും തരം താഴ്ത്തിയോ അവരെ അവരെ അവരുടെ സ്വഭാവഹത്യ നടത്തിയോ അവർക്കൊരു പൊസിഷൻ കിട്ടാനും അല്ലെങ്കിൽ ഭാര്യ ഭർത്ത ബന്ധത്തിൽ അവർക്കൊരു ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി അവരുടെ പാർട്ട്ണറിനെ ഏത് രീതിയിലും ഒരു 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 ടോക്സിക് ഡിഫീറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു പരാജയത്തിലേക്ക് അവർ കൊണ്ടുവരാനൊക്കെ കഴിവുള്ള ആളുകളാണ് ഈ ഗ്രാൻഡിയോസ് നാർസിസ്റ്റ്. അവരാണ് എൻറ്റൈറ്റിൽഡ് നാർസിസ്റ്റ് എന്ന് പറഞ്ഞത്. ഇനി ഈ വൾണറബിൾ നാർസിസ്റ്റിനാണ് ഇതിലും കൂടുതൽ പ്രശ്നങ്ങൾ കൂടുതലുള്ളത്. കാരണം അവരെപ്പോഴും അന്തർമുഖരായിക്കൊണ്ട്, പക്ഷേ അവർക്ക് എപ്പോഴും സ്വയ സ്നേഹമുണ്ട്, പക്ഷേ അവർക്ക് ഇതൊന്നും പ്രകടിപ്പിക്കാനുള്ള കഴിവില്ല. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ഒരു 60% സ്ത്രീകളിൽ കാണും, 40% പുരുഷന്മാരിൽ ഇത് കാണും. പക്ഷെ അവർ ഈ അന്തർമുഖരായതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ തന്നെ പ്രശ്നങ്ങളുണ്ട്. അവർ എപ്പോഴും ഒരു പ്രത്യക്ഷത്തിൽ വന്ന ഒരാളെ ആക്രമിക്കുകയോ പ്രത്യക്ഷത്തിൽ വന്ന ഒരാളുമായിട്ട് ഒരു ഒരു പ്രശ്നത്തിൽ ഏർപ്പെടുകയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ അവർ പാസീവ് അഗ്രസീവ് ആയിരിക്കും. പാസീവ് അഗ്രസീവ് നമുക്ക് പലർക്കും മനസ്സിലാവുന്ന ഒരു വാക്കാണ്. അവർ പാസീവായിട്ട് അല്ലെങ്കിൽ പിൻവാതിലിലൂടെ അവർ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കും. പിൻവാതിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷമായിട്ട് ഒരാളെ എതിർക്കാതെ അവർ എന്താ പറഞ്ഞ ഒരു സ്റ്റബേൺനെസ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും മുമ്പോട്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ ഒരു രീതിയിലും അനുവദിക്കാത്ത രീതിയിൽ രോഗാവസ്ഥ ചിലപ്പോൾ അഭിനയിച്ച് അല്ലെങ്കിൽ രോഗാവസ്ഥയിലേക്ക് അവർ പെട്ട് പാർട്ട്ണറിനെ ഒരു എന്താ പറഞ്ഞേ ഒരു നമ്മുടെ ഒരു ഒരു പേഷ്യൻ്റ് കെയർ ടേക്കർ എന്നുള്ള രീതിയിൽ എന്നെ ശുശ്രൂഷിച്ചോളൂ, ഞാനൊരു രോഗിയാണെന്നുള്ള രീതിയിൽ ചിലപ്പം പോവും. ചില സമയത്ത് ഒരു ഒരു ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ രീതിയിലൊക്കെ നമ്മളെ ടോർച്ചർ ചെയ്യും. പണമൊക്കെ പിടിച്ചു വെച്ച് അല്ലെങ്കിൽ ബാങ്ക് കാര്യങ്ങൾ, വീട്ടിലേക്കുള്ള സാധന സാമഗ്രികൾ വാങ്ങിക്കുന്നതിലുള്ള ലുബ്ധത, അതുപോലുള്ള പല കാര്യങ്ങളിലും അവർ ഈ ഒരു രീതിയിൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സോ വി ജസ്റ്റ് എക്സ്പ്ലെയിൻ അബൌട്ട് ടു ടൈപ്സ് ഓഫ് നാർസിസം. വൺ ഈസ് കോൾഡ് ദ ഗ്രാൻഡിയോസ് നാർസിസം ആൻഡ് ദ അതർ വൺ ഈസ് കോൾഡ് വൾണറബിൾ. ഗ്രാൻഡിയോസ് ഇസ് സീൻ മോർ ഇൻ മെൻ, വൾണറബിൾ ഇസ് സീൻ മോർ ഇൻ വിമൻ. അത്രയൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ഡിഫറൻസും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. സോ ഇൻ മെൻ വി സീ മോർ കൈൻഡ് ഓഫ് overt personality. We said that the behavior is more like violent, entitled, aggressive kind of thing. But in women, they use more like manipulation techniques in their life. നമ്മളിപ്പം മീഡിയയിലൊക്കെ കേട്ടുന്ന ഒരു വാർത്ത ഇപ്പം വളരെ ഹോട്ടായിട്ടുണ്ട്. ഒരു ഗ്രീഷ്മ എന്നൊരു പെൺകുട്ടി ഒരു 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 പുരുഷനെ വധിച്ചു.
കഷായം, അതായത് എന്തോ ഒരു മെഡിസിനിൽ വിഷം കലർത്തി മരിച്ചത് നമ്മൾ ചിലപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതിനകത്ത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി വളരെ ആത്മസ്നേഹം കൂടുതലുള്ള വ്യക്തിയാണ്. കാരണം നമ്മൾ മീഡിയ എല്ലാം നോക്കുകയാണെങ്കിൽ അവരുടെ സെൽഫി ഫോട്ടോസ് വളരെ കൂടുതൽ പബ്ലിഷ് ചെയ്യുന്നു. സ്വന്തം കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. വീണ്ടും ഒരു വിവാഹം ആ പെൺകുട്ടിക്ക് വന്നപ്പോൾ ഈ ആദ്യം ബന്ധത്തിലുണ്ടായിരുന്ന പുരുഷനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. ഈ വ്യക്തി സ്വഭാവങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു നാർസിസത്തിൻ്റെ ഒരു ചെറിയ സ്വഭാവമാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ വ്യക്തി, ഈ പെൺകുട്ടി ഒരിക്കലും ആ ആദ്യ കാമുകനെ എതിർക്കുകയോ അല്ലെങ്കിൽ ആ കാമുകനുമായിട്ടൊരു പ്രശ്നത്തിലോ വരാതെ ഒരു സ്നേഹം നടിച്ച് അന്നാ തന്ത്രപരമായ രീതിയിൽ ഉപായങ്ങൾ തരപ്പെടുത്തി കൗശലം കൊണ്ട് ആ വ്യക്തിയെ വകവരുത്തി. അതായത് ഒരു കഷായത്തിൽ വിഷം കലർത്തി വകവരുത്തി. ഈ ഒരു സ്വഭാവം ചിലപ്പം കൂടുതലും നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ ഒരു സ്വഭാവം കാണുന്നത് ഈ നാർസിസ്റ്റായ സ്ത്രീകളിലാണ്. പുരുഷന്മാർ കൂടുതലും ഒബ്വിയസ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പണായിട്ട് ഒരു ഒരു ചെറിയ അക്രമവാസനയിലേക്ക് പോയി ആ രീതിയിലേക്ക് ഒരു അത് ഇണയെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ ആ സ്വഭാവം കാണിക്കുക, അതാണ് കൂടുതലും പുരുഷന്മാരിൽ കാണുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ എമ്പതി കുറവായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നത് പുരുഷന്മാരിലാണ്. സ്ത്രീകളിൽ അങ്ങനെ കാണാൻ പറ്റത്തില്ല. അവരെപ്പോഴും കൂടുതലും നാർസിസം ഡ്രസ്സിലും അല്ലെങ്കിൽ അട്രാക്ഷനിൽ അല്ലെ ഫിസിക്കൽ അപ്പിയറൻസ് ആ രീതിയിലാണ് കൂടുതലും അവരുടെ നാർസിസം പുറത്ത് പ്രകടിപ്പിക്കുന്നത്. സോ അത് ആ ഒരു ചെറിയ വ്യത്യാസം പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why do narcissists get married? So, if you're in a relationship with a narcissist, what does it feel like? Or what are the options available for individuals in this relationship? ഒരു നാർസിസ്റ്റുമായിട്ട് നിങ്ങൾ വിവാഹബന്ധത്തിലോ അല്ലെങ്കിൽ വ്യക്തിബന്ധത്തിലോ ആണോ, ഇതെങ്ങനെ തിരിച്ചറിയാം? ഈ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയ വ്യക്തികൾക്ക് എന്ത് ഓപ്ഷനുകൾ ഉണ്ട്? ലെറ്റ്സ് ഗെറ്റ് ടു ദ ടോപ്പിക്. സോ നാർസിസ്റ്റുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ള വളരെ സർവ്വസാധാരണമാണ്. കാരണം എപ്പോഴും നാർസിസ്റ്റിന് ഒരു ഒരു പ്രത്യേക ഒരു കഴിവുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും അവരുടെ അട്രാക്ഷനിലും അവരുടെ ഫിസിക്കൽ ബ്യൂട്ടി, അഡ്മിറേഷൻ ഇതിലെല്ലാം വളരെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അറ്റൻഷൻ, ദേ പ്രൊവൈഡ് എ ലോട്ട് ഓഫ് അറ്റൻഷൻ ടു ദ സെൽഫ് എസ്റ്റീം ആൻഡ് ദേ വോണ്ട് ടു റീഇൻഫോഴ്സ് ദ സുപ്പീരിയോറിറ്റി. ഇതൊക്കെ കാണണമെങ്കിൽ ഒരു പാർട്ട്ണർ എപ്പോഴും നമുക്ക് വേണം. അല്ലെങ്കിൽ ആരുടെ അടുത്താണ് നമ്മുടെ ഈ സുപ്പീരിയോറിറ്റി കാണിക്കേണ്ടത്? സോ നമ്മുടെ ഒരു പാർട്ട്ണറാണ് ഏറ്റവും നമ്മുടെ ഈ സ്ട്രെങ്സും ഈ അറ്റൻഷനും അഡ്മിറേഷനും എല്ലാം നമുക്ക് ഒരു പ്രാവർത്തിക ലെവലിലാക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമായ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം കഴിക്കുക. എന്നിട്ട് ഈ പാർട്ട്ണറുടെ മുമ്പിൽ തുടങ്ങുക നമ്മുടെ ഈ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ഇതെല്ലാം തുടങ്ങുക. ആ ഒരു രീതിയിലാണ് ഇവരെപ്പോഴും ഒരു വിവാഹത്തിലേക്ക് പെട്ടെന്ന് ഏർപ്പെടുന്നത്. സോ അവർക്ക് അങ്ങനെ ഒരു ലീനിയൻസി ഉണ്ട്. ഇവർക്ക് എപ്പോഴും ഒരു ഇണയെ വേണം. കാരണം ഇവരുടെ ഈ ഒരു സ്വഭാവം വീട്ടിൽ വെച്ച് നമ്മൾ പറയത്തില്ല, ഒരു പൊതു സമൂഹത്തിൽ പോയി പ്രസംഗിക്കുന്നതിന് മുമ്പ് വീട്ടിൽ വെച്ചൊരു പ്രസംഗം പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഇവർ വീട്ടിൽ വെച്ചാണ് ആദ്യത്തെ അതോറിറ്റിയും ഡോമിനൻസും എല്ലാം കാണിച്ച് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത് ഈ ഇണയോടാണ്. സോ അത് ഉള്ളതുകൊണ്ട് എപ്പോഴും ഇവർക്ക് വിവാഹത്തിലേക്കുള്ള ടെൻഡൻസി കൂടുതലാണ്. ആ ടെൻഡൻസി കൂടുതലായ സമയത്ത് തന്നെ നമുക്കിപ്പോൾ ഒരു വിക്ടിം അല്ലെങ്കിൽ ഒരു സർവൈവർ, ഈ ഒരു കുടുംബത്തിലെ ഒരു പാർട്ട്ണറിന് എപ്പോഴും ഇവരുടെ ഒരു വലയത്തിലേക്ക് അടുത്ത് പോകാനോ അല്ലെങ്കിൽ ഒരു വിവാഹബന്ധത്തിൽ അധികം ആലോചിക്കാതെ തന്നെ ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ്. സോ പെട്ടെന്ന് പ്രത്യേകിച്ച് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇവർക്ക് എപ്പോഴും പൊസിഷനും ടൈറ്റിൽസും ഡിഗ്രീസും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഇവരെപ്പോഴും ഒരു വിവാഹ മാർക്കറ്റിലൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് എപ്പോഴും ഒരു ക്വാളിഫിക്കേഷനും ക്രെഡൻഷ്യൽസും എല്ലാം ഉണ്ട്. അന്നേരം ആ ഒരു രീതിയിലും പെട്ടെന്ന് ഒരു ഇണയ്ക്ക് ഇവരുമായിട്ട് അട്രാക്റ്റഡ് ആവാനും ഒരു വിവാഹം പെട്ടെന്ന് നടക്കാനും സാധ്യതയുണ്ട്. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ കാണണം. രണ്ടാമത് നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ആദ്യമേ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഓരോ പോയിന്റ്സ്, ഞാൻ ഈ പറഞ്ഞ ഓരോ സിംറ്റംസും ഇവർക്ക് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് അഡ്മിറേഷൻ വേണം. എപ്പോഴും ഒരു ഒരു ഭാര്യയാണെങ്കിൽ ഈ പുരുഷന് എപ്പോഴും ഒരു ചായ ഉണ്ടാക്കി കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ തുണി അലക്കി കൊടുത്തിരിക്കണം. ഇങ്ങനെയുള്ള കുറേ ഡിമാൻഡ്സ് ഇവരുടെ ജീവിതത്തിലുണ്ട്. ഈ ജീവിതത്തിൽ ഈ ഡിമാൻഡ്സിൻ്റെ ഉൾപ്പെടെ തന്നെ വളരെയധികം ക്രിറ്റിസിസവും ഈ തുണ അല്ലെങ്കിൽ ഇണ അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, ഇവർ ആരായാലും ഇവർക്ക് എപ്പോഴും ഒരു കുറ്റം പറച്ചിൽ കേൾക്കേണ്ടി വരും. കാരണം ഇവർക്കെപ്പോഴും എന്ത് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്താൽ ഇവർക്കൊരു തൃപ്തി വരണമെന്നില്ല. അവർക്കെപ്പോഴും അവരെപ്പോഴും റിയാക്ട് ചെയ്യുന്ന ആങ്കർ അല്ലെങ്കിൽ ബ്ലെയിമിങ് എന്ന് പറയും.
കുറ്റം പറയുക, ഗ്യാസ് ലൈറ്റിംഗ്. ഞാൻ പറയാം, ഗ്യാസ് ലൈറ്റിംഗ് നമ്മളെപ്പോഴും ഒരു എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ അതിനൊരു ടേം ഉണ്ടെന്ന്, പക്ഷേ ഞാനത് വിശദമാക്കി തരാം. So what is gaslighting? You may know that it's a kind of distorting or denying or manipulating information to your partner to doubt their own perceptions, memory or sanity. അല്ലെങ്കിൽ മനസ്സിൻ്റെ ഈ ഈ എനക്കെപ്പോഴും ഇവർ നുണ പറയുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ വളരെ വിശ്വസിക്കുന്ന രീതിയിൽ പറഞ്ഞ് എനയെ മനസ്സിലാക്കിയിട്ട് ഈ എണയുടെ ചിന്താശക്തിയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ഇവർ കഥയുണ്ടാക്കാനും തർക്കിക്കാനും, എന്നിട്ട് എണയുടെ ഒരു 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 ചിന്താശക്തി അവരുടെ ചിന്തയുമായിട്ട് താരതമ്യപ്പെടുത്താൻ ഇവർക്ക് പെട്ടെന്ന് കഴിവുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു ഒരു അന്യ ആളുമായിട്ട് ബന്ധമുള്ള ഒരു നാർസിസ്റ്റ് ആണെന്ന് വെച്ചു. കാരണം ഞാനത് ഈ എക്സാമ്പിൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇൻഫിഡിലിറ്റി ഈസ് എ ബിഗ് പ്രോബ്ലം ഇൻ എ നാർസിസ്റ്റിക് മാരേജ്. ഇൻഫിഡിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ ബന്ധത്തിലുള്ള വിശ്വസ്തയില്ലായ്മ. ഇത് വളരെ ഒരു 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 പ്രധാന ഫാക്ടറാണത്. ഈ വിശ്വസ്തയില്ലായ്മ പല തരത്തിൽ വരും. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ കൂടെ വരും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പുതിയ മാധ്യമ സോഷ്യൽ മീഡിയയിലൊക്കെ ചാറ്റ് അതുപോലുള്ള കാര്യങ്ങൾ പല രീതിയിലാണ് ഈ ഒരു ഭാര്യ ഭർത്ത ബന്ധത്തിലുള്ള വിശ്വസ്തയില്ലായ്മ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യം ചിലപ്പം പെട്ടെന്ന് ഒരു എണ തിരിച്ചറിയോ വല്ലതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇവർ ഗ്യാസ് ലൈറ്റ് ചെയ്ത് കളയും. ഗ്യാസ് ലൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇവരങ്ങ് സമർത്ഥിച്ച് കളയും ഇങ്ങനൊരു കാര്യം നടന്നിട്ടേ ഇല്ല, അത് നിന്റെ കുഴപ്പം കൊണ്ടാണ്, അവർ പ്രൊജക്റ്റ് ചെയ്ത് നിന്റെ മനസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇതിങ്ങനെ തോന്നുന്നത്, അല്ലെങ്കിൽ നിന്റെ സംശയരോഗം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഇത് പെട്ടെന്ന് തിരിച്ചു മറിച്ച് കളയാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഈ ഈ ഈ ദാമ്പത്യത്തിൽ പെടുന്ന നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഉള്ള വ്യക്തികൾക്ക് വളരെ അധികം ഉണ്ട്. പിന്നെ ഞാനത് കൂടുതൽ അതിൻ്റെ അകത്തോട്ട് പറയുന്നില്ല. വെർബൽ അബ്യൂസ് ആൻഡ് ഇമോഷണൽ അബ്യൂസ് വളരെയധികം ഈ കുടുംബത്തെ, ഈ ദാമ്പത്യ ബന്ധത്തെ ബാധിക്കും. വെർബൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ അസഭ്യം പറയുക, വഴക്ക് പറയുക, ബഹളം വെക്കുക, ഇതുപോലുള്ള നെയിം കോളിങ്, പുട്ടിങ് ഡൗൺ, ബിലിറ്റ്ലിങ്, അങ്ങനെ ഡിമീനിങ്, അതുപോലുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും ഈ വ്യക്തികളിൽ ഉണ്ട്. അവരുടെ വീട്ടിൽ വളരെ ഒരു സംഘർഷാവസ്ഥയായിരിക്കും ഓരോ സമയത്തുള്ളത്. ഈ വെർബൽ അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരത്തിൽ കൂടെ ആണെങ്കിൽ തന്നെയും ഇത് അതിൻ്റെ അനന്തരഫലമായിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി, പാർട്ട്ണറുടെ പേഴ്സണാലിറ്റി എല്ലാം അത് ബാധിക്കപ്പെടും. ബിക്കോസ് ഇറ്റ് ലീഡ് ടു ആൻ ഇമോഷണൽ അബ്യൂസ്. സോ അതും നമ്മളൊന്ന് മനസ്സിലാകണം. ഈ അബ്യൂസ് എന്ന് പറഞ്ഞത് പല രീതിയിലുണ്ട്. ഫിസിക്കൽ അബ്യൂസ് വളരെയധികം ഉണ്ടായില്ലെങ്കിൽ തന്നെയും ഇമോഷണൽ അബ്യൂസ് ആൻഡ് വെർബൽ അബ്യൂസ് ഈ കുടുംബങ്ങളിൽ വളരെ കൂടുതലാണ്. നമുക്ക് അടുത്തൊരു തലത്തിലേക്ക് ഇതിൻ്റെ ചർച്ച കൊണ്ടുപോകാം. ഇതാണ് മെയിനായിട്ടൊരു ഒരു പ്രശ്നം വരുന്നത്. ഈ വൾണറബിൾ നാർസിസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. വൾണറബിൾ എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും അന്തർമുഖരായിരിക്കും, പക്ഷെ അവർ സൂപ്പർ സെൽഫിഷ് ആയിരിക്കും. സൂപ്പർ സെൽഫിഷ് എന്ന് പറഞ്ഞാൽ അവർ കുടുംബത്തിൽ വലിയ ബഹളമൊന്നും ഉണ്ടാക്കത്തില്ലെങ്കിൽ തന്നെ അവരുടെ കാര്യം മാത്രമേ നോക്കൂ. അതായത് പാർട്ട്ണറിൻ്റെ കാര്യത്തിൽ അവർക്ക് ഒരു ശ്രദ്ധയില്ല, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അവർക്ക് ശ്രദ്ധയില്ല. അവർക്ക് അവരുടെ ആഹാരം കിട്ടണം, അവരുടെ പെർഫെക്റ്റായിട്ട് ആമസോൺ വഴി കാര്യങ്ങൾ വാങ്ങിക്കണം, അല്ലെങ്കിൽ കടയിൽ പോയി കാര്യം വാങ്ങിക്കണം, അവർ ഫിറ്റായിട്ട് നടക്കണം, അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ കുടുംബം എങ്ങനെ നടക്കുന്നു, ആര് പണം കൊണ്ടുവരുന്നു, ആര് വാങ്ങിക്കുന്നു, ആര് ബില്ലടയ്ക്കുന്നു, ഇതൊന്നും അവർക്ക് വലിയൊരു ശ്രദ്ധയില്ല. കാരണം അവനവൻ്റെ കാര്യം കറക്റ്റായിട്ട് പോകണം. ഇതാണ് ഈ ഒരു വൾണറബിൾ നാർസിസ്റ്റിൻ്റെ ഒരു പ്രശ്നം. എന്നാൽ ഇവരുടെ ഒരു സെൽഫ് സെൻറ്റേർഡ്നെസ് വളരെ കൂടുതലാണ് താനും. അവരങ്ങനെ വളരെ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. എന്നാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് അവരുമായിട്ടൊരു വലിയൊരു പ്രശ്നം പൊതുസമൂഹത്തിൽ പോയി പറയാനും പറ്റത്തില്ല. കാരണം അവരൊരു സൈലൻറ്റ് പേഴ്സൺ ആയിരിക്കും ഈ വൾണറബിൾ നാർസിസ്റ്റ്. പക്ഷെ ഇവർക്ക് വലിയൊരു പ്രശ്നമുണ്ട്. ഇവർക്കിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവർ ഈഗോ വളരെ മേളിലാണ് നിൽക്കുന്നത്. ഈഗോ ഇത്രയും മേളിൽ നിൽക്കുന്നതുകൊണ്ട് എന്താ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചർച്ച അവരുമായിട്ട് ഏർപ്പെടുകയോ, അല്ലെങ്കിൽ ഇവരുടെ ഈ സെൽഫിഷ്നെസ്സിന് നമ്മളൊരു ഒരു ഒരു അന്ത്യം വരുത്താനുള്ള ഒരു സ്റ്റെപ്പിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ഒരു രോഗാവസ്ഥയിലേക്ക് ഇവർ പോകാൻ സാധ്യതയുണ്ട്. പെട്ടെന്നൊന്ന് സിക്കാവുകയോ, അല്ലെങ്കിൽ ഇവർക്ക് കൂടുതലും കാർഡിയോ വാസ്കുലർ പ്രോബ്ലംസിലേക്ക്, അല്ലെങ്കിൽ ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങളും, അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിന്ന് വേറെ പ്രശ്നത്തിലേക്ക്, ഒരു സിക്ക് റോളിലേക്ക് അവർ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സ്റ്റഡി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അല്ല ഈ വൾണറബിൾ നാർസിസ്റ്റാണ് അമേരിക്കയിലെ ഈ മെഡിക്കൽ സിസ്റ്റം യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ
മൂന്നിൽ ഒരു ഭാഗം ആളുകളും ഈ വൾണറബിൾ നാർസിസിസ്റ്റ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്. കാരണം ഇവർക്ക് എപ്പോഴും ഇവരുടെ ശരീരത്തെക്കുറിച്ച് കൂടുതൽ ആത്മഭാരമുള്ളതുകൊണ്ട് അവരെപ്പോഴും പോയി ഡോക്ടറിനെ കാണുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി അങ്ങ് അഡ്മിറ്റ് ആകുക, ബ്ലഡ് ചെക്ക് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. കാരണം അതൊരു ചെറിയൊരു സെൽഫിഷ്യൻസി വരുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാവർക്കും നമ്മളെക്കുറിച്ച് തന്നെ ഒരു വറി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു കൂടുതൽ വറി ഉള്ളതുകൊണ്ട് ഇവർ കൂടുതലും ഹോസ്പിറ്റൽ സംബന്ധമായ ഒരു സിക്ക് റോളിലേക്ക് അവർ കടക്കും. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നമ്മൾ കാണുന്നത് ഈ ഒരു കൂട്ടർ ആളുകളിലാണ്. അവർ വളരെ സെൽഫിഷ് ആയതുകൊണ്ട് അവർ വേറെ ആരെയും കുറിച്ചും ചിന്തിക്കത്തില്ല. ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചോ അവരുടെ അഭിമാനത്തെക്കുറിച്ചോ അല്ലാതെ എൻ്റെ പാർട്ണർ എങ്ങനെ ഇനി ഭാവി ജീവിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും ഒരു ചിന്തയില്ലാതെ നമ്മളൊരു ഒരു വൺ ടൈപ്പ് സൂയിസൈഡ് വി കോൾ ദിസ് ഈഗോയിസ്റ്റിക് സൂയിസൈഡ്. പലതരത്തിലുള്ള ആത്മഹത്യകളുണ്ട്. ആൾട്രൂയിസ്റ്റിക്, അനോമിക് എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ അഡ്വഞ്ചറസ്, ഒത്തിരി കോപ്പി ക്യാറ്റ് എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള സൂയിസൈഡ് ഉണ്ട്. പക്ഷേ ഈ വർഗ്ഗക്കാർ എപ്പോഴും ചെയ്യുന്ന ഒരു ഈഗോയിസ്റ്റിക് സൂയിസൈഡ് ആയിരിക്കും. ഈഗോയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ അവൻ്റെ രതിയിൽ അല്ലെങ്കിൽ അവൻ്റെ നാർസിസത്തെ ആരെങ്കിലും എതിർത്താലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പരാജയത്തിലേക്ക് പോയാലോ അദ്ദേഹം പെട്ടെന്ന് കയറി അങ്ങ് ആത്മഹത്യ ചെയ്യും. ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങൾ വളർന്നു വന്ന് ഒരു 10, 18, 19, 20 വയസ്സിലേക്ക് വന്നു കഴിയുമ്പം കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു കഴിവും പ്രാപ്തിയും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തന്നെ ഇനി കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പം ഇണയ്ക്ക് കുറച്ചുകൂടെ കഴിവ് കൂടുതൽ കിട്ടിയാൽ, അല്ലെങ്കിൽ പാർട്ട്ണർ പെട്ടെന്ന് ഒരു ജോലി കിട്ടുക, ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുക, അല്ലെങ്കിൽ കുറച്ച് രീതിയിൽ ഒരു നല്ല രീതിയിലോട്ട് പാർട്ട്ണർ ഒരു ഇൻഡിപെൻഡൻസിലേക്ക് പോയി കഴിയുമ്പോഴത്തേന് ഇവർ പെട്ടെന്ന് അങ്ങ് താഴ്ന്നു പോയിട്ട് പെട്ടെന്ന് പോയി അങ്ങ് ആത്മഹത്യ ചെയ്ത് കളയാനുള്ള സാധ്യതയും ഉണ്ട്. അന്നേരം നമ്മൾ അതും ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രോബ്ലമായിട്ട് നമ്മൾ കണക്കാക്കണം. മൂന്നാമത്, ഫസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്ന്, ഒരു സിക്ക് റോളിലേക്ക് ഈ വളറബിൾ ആളുകൾ പോവും. രണ്ടാമത്, ഇവർ ആത്മഹത്യയിലേക്ക് പെട്ടെന്ന് പോകും. നമ്മൾ വിചാരിക്കും ഇവൻ എന്തിൻ്റെ കുറവാണ് ഈ ആത്മഹത്യ ചെയ്യാൻ. കാരണം നല്ല ഭാര്യയുണ്ട്, നല്ല മക്കളുണ്ട്, അല്ലെങ്കിൽ നല്ല കുടുംബമുണ്ട്, സമ്പത്തുണ്ട്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് പോയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും കാരണം. അദ്ദേഹത്തിൻ്റെ ഈഗോ ഹർട്ട് ചെയ്ത്. കാരണം ആരൊക്കെയോ ശക്തി പ്രാപിച്ചു കുടുംബത്തിൽ ഇവരുടെ ഈ ഒരു വൾണറബിലിറ്റി ഇനി നടക്കത്തില്ല എന്ന് കാണുന്ന ഒരു സമയത്താണ് ജീവൻ ഒടുക്കുന്നത്. പിന്നെ നമ്മൾ മൂന്നാമത്തെ തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് മറ്റ് മാനസിക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ജനറലൈസ് ആങ്സൈറ്റി, അതുപോലെ പാനിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പാനിക് രീതിയിലുള്ള ഈ ഒരു ഒരു ആകാംക്ഷ രോഗം, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോവും. പിന്നെ ഡിപ്രഷൻ, അല്ലെങ്കിൽ അതിൻ്റെ മലയാള വാക്കെന്ന് പറഞ്ഞാൽ വിഷാദ രോഗത്തിലേക്ക് അവർ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ കൂടുതലും ഈ ഈ മദ്യാസക്തി, അല്ലെങ്കിൽ ആൽക്കഹോളിസം, അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലുണ്ട്. ഇനി അടുത്ത ഒരു ചോദ്യമാണ്, ഈ ഒരു വിവാഹം നമുക്ക് എങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഉത്തരം വളരെ സിമ്പിളാണ്, വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അവിഭാജ്യ ഘടകമാണ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഈ നാർസിസം എന്ന് പറഞ്ഞാൽ. ഞാൻ എപ്പോഴും കുട്ടികളോടൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, പേഴ്സണാലിറ്റി ഈസ് ഹൂ യു ആർ. നമുക്ക് രോഗാവസ്ഥയെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 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 കോവിഡ്, അല്ലെങ്കിൽ ഒരു ഫീവർ, അല്ലെങ്കിൽ നമുക്കൊരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മളല്ല ആ ക്യാൻസർ. ഇറ്റ്സ് വാട്ട് വി ആർ സഫറിങ് ഫ്രം. നമ്മളൊരു വ്യക്തി വേറെയും ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന ഒരു രോഗവുമാണ്. പക്ഷേ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് പറയുമ്പോൾ ഇത് നമ്മളാണ്. അല്ല, നമ്മുടെ ഒരു രോഗാവസ്ഥ പോലല്ല. ഈ നമ്മുടെ എ ടു സി, അല്ലെങ്കിൽ നമ്മുടെ തലമുള്ള ഉള്ളങ്കാല് വരെയും നമ്മൾ പറയുന്ന പോലെ ഇതാണ് നമ്മൾ. ഈ ഒരു വ്യക്തിയെ മാറ്റിവെച്ച് ഒരു പുതിയൊരു ശസ്ത്രക്രിയ നടത്തി നമ്മളൊരു പുതിയൊരു വ്യക്തിയെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രൂപാന്തരപ്പെടുന്ന, അല്ലെങ്കിൽ ബോൺ അഗെയിൻ എന്നൊക്കെ പറയുന്ന പോലെ, അതൊക്കെ ഒരു ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ മാത്രം കാണുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ഒരു റിയാലിറ്റിയിൽ ഒരിക്കലും ഈ വ്യക്തിക്ക് ഒരു പൂർണ്ണമായ ഒരു മാറ്റമൊന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ സമയം എപ്പോഴും ഒരു ഫാക്ടറാണ്. സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, കാലങ്ങൾ പോകുമ്പം വെൻ യു ഗെറ്റ് ടു ദ 4th and 5th ഡെക്കേഡ് ഓഫ് ലൈഫ്, ഒരു 40 തൊട്ട് 50 വയസ്സൊക്കെ ആകുമ്പം നമ്മുടെ ഈ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹാൻഡ്സംനെസ്, ശക്തി, കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ക്ഷയിച്ചു പോകുമ്പം തന്നെത്താന്, അല്ലെങ്കിൽ അവനോട് തന്നെ നമ്മളെ തന്നെ ഇൻട്രോസ്പെക്ട് ചെയ്യുമ്പോൾ, ശോധന ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി മറ്റുള്ളവരുമായിട്ട് കിടപിടിക്കാൻ എനിക്ക് അല്പം പരിമിതികൾ ഉണ്ടെന്ന് പറയുമ്പം ഒരു ഇറ്റ്സ് എൻ എവർ ഇവോൾവിങ് ആൻഡ് എ സ്ലോ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെയാണെങ്കിൽ തന്നെ ഈ ചെറിയ ഒരു വ്യത്യാസങ്ങൾ ഈ മനുഷ്യർക്ക് ഉണ്ടാവും.
ഒരു പോസിറ്റീവ് ഡിഫ്ലക്റ്റീവ് വേ എന്ന് പറഞ്ഞാൽ ഒരു നല്ല രീതിയിൽ ഈ രോഗാവസ്ഥയ്ക്ക് ഒരു ചെറിയ ശമനം വരും ആഫ്റ്റർ 50s. അപ്പം നമ്മളെപ്പോലുള്ള ഫാമിലി തെറപ്പിസ്റ്റ് എപ്പോഴും പറയുന്നുണ്ട്, വെയിറ്റ് അൻറ്റിൽ 50s ടു ഹാവ് യുവർ സെക്കൻഡ് ഹണിമൂൺ ഫേസ് എന്ന് പറയും. കാരണം ഹണിമൂൺ നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞാൽ നമ്മൾ വിവാഹത്തിന് ശേഷം അടുത്ത ഒരു 2-3 മാസത്തേനൊക്കെയാണ് ഹണിമൂൺ എന്ന് പറയുന്നത്. അത് മിക്കവാറും ഫസ്റ്റ് ഹണിമൂൺ നമ്മുടെ വിവാഹം 20s എപ്പോഴാണ് വിവാഹം കഴിഞ്ഞ് ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഹണിമൂണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ഹണിമൂൺ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാം കോളേജിലൊക്കെ പോയി നമ്മൾ തന്നെത്താൻ വരുന്ന ഒരു സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ പിന്നെയും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഐക്യതയും ഒരു സ്നേഹവും എല്ലാം വരുന്നതിനാണ് നമ്മൾ ഈ സെക്കൻഡ് ഹണിമൂൺ എന്ന് പറയുന്നത്. ആ സെക്കൻഡ് ഹണിമൂൺ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെയും ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ ഈ ഒരു ഐഡിയൽ ബ്യൂട്ടിയെക്കുറിച്ചുള്ള ഒരു അളവെല്ലാം ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ അവരുടെ പാർട്ട്ണറിനെ വീണ്ടും സ്നേഹിക്കാനും വീണ്ടും ഒരു നല്ലൊരു റിലേഷനിലേക്ക് പോകാനുള്ള സാധ്യത ചെറിയ രീതിയിലുണ്ട്. വലിയ രീതിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇവർ മാറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇനി ഈ വിവാഹത്തിൽ തുടർന്ന് പോകണോ വേണ്ടായോ, അത് വളരെ ഇൻഡിവിജ്വലായിട്ടുള്ള ഡിസിഷനാണ്. നമുക്ക് ചില രീതിയിൽ ചില മനുഷ്യർക്ക് ഇത് തുടർന്ന് പോകാൻ സാധിക്കും. കാരണം പാർട്ട്ണറിൻ്റെ ഒരു പേഴ്സണാലിറ്റി, ആ ഒരു ആത്മധൈര്യം, പിന്നെ ഉള്ള സിറ്റുവേഷൻ സപ്പോർട്ട്സ്, കുടുംബത്തിൻ്റെ സപ്പോർട്ട്, ഇതെല്ലാം കണ്ടിട്ട് ചിലപ്പോൾ ഒരു ഡിവോഴ്സിലേക്ക് ഒരിക്കലും പോകണമെന്ന് നമ്മൾ ഉപദേശിക്കത്തുമില്ല. പോകാനുള്ള സാധ്യത ചില ഫാമിലീസിൽ ഇല്ലതാനും. പക്ഷെ പല ഫാമിലീസും ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഔട്ട് ആവേണ്ട ഒരു ആവശ്യം വരികയും ചെയ്യും. ചിലപ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഒരു തെറപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ പ്രാക്ടീഷണർ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഈ ഒരു വിവാഹ ബന്ധത്തിൽ നിന്ന് അവരെ ഒന്ന് ഡിസ്കണക്ട് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യവും വരും. കാരണം ഇവർക്കൊരു ചേഞ്ച് പെട്ടെന്നുണ്ടാവാത്ത രീതിയിൽ എന്തുകൊണ്ടൊരു ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേക്കുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ചിലപ്പോൾ നമ്മൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് അവരെ ഒന്ന് വിട്ടെടുക്കാനുള്ള ഒരു തെറാപ്പി ചെയ്യേണ്ട വരും. കാരണം ഇവർക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ബോംബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ കൊണ്ട് പെട്ടെന്ന് അങ്ങ് വെതറുക അല്ലെങ്കിൽ പൊട്ടിച്ച് കളയുക എന്ന് പറഞ്ഞു. ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സ്നേഹം അങ്ങ് വിളമ്പിക്കളയവർ. അന്നേരം ഈ പാർട്ട്ണർ എപ്പോഴും അങ്ങ് കൺഫ്യൂസ്ഡ് ആയിപ്പോവും. എന്നെ ഇയാൾ ഉപദ്രവിക്കുകയാണോ സ്നേഹിക്കുകയാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലോട്ടായിപ്പോവും. അന്നേരം ഈ ഒരു ട്രോമ ബോണ്ടിങ്ങിലുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അടുക്കുകയും ചെയ്യും. അടുക്കുമ്പോൾ ഓർക്കും ഇത് സ്വർഗമാണല്ലോ എന്ന് ഓർക്കും. പിന്നെ അങ്ങോട്ട് ഒരു അടുത്ത് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഇതിൻ്റെ സാർത്ഥത ഒട്ടും പോയിട്ടില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു മുറിവിലേക്ക് പോവുകയും ചെയ്യും. ഈ ഒരു ആംബിവലൻസ് എപ്പോഴും, അതായത് സ്നേഹവും ഈ ഒരു ഹെയ്റ്റ്, അതായത് വെറുപ്പും തമ്മിലുള്ള ഒരു യുദ്ധം എപ്പോഴും ഇവരുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നടക്കുമെന്നാണ് പറയുന്നത്. എവറി ഡേ ഇൻ ദ ലൈഫ് ഈസ് എ ഇമോഷണൽ ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അന്നേരം ചിലപ്പോൾ ഈ ഒരു തെറപ്പിസ്റ്റിനെ എപ്പോഴും ഇവരെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒന്ന് വേർപെടുത്തി വേറൊരു നല്ല ജീവിതത്തിലേക്ക്, കൂടുതൽ വലിയ ആത്മഹത്യയിലേക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കും പോകാതെ ഇവരെ ഒന്ന് വെളിയിലോട്ട് കൊണ്ടുവരാൻ തെറാപ്പിസ്റ്റിന് സഹായിക്കും. ഇതിന് കൂടുതൽ തലങ്ങളിലേക്ക് പോകാൻ അത് നിങ്ങളുടെ ചോദ്യോത്തരത്തിൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അന്നേരം പറയാം. ഇതെങ്ങനെ പുറത്തു പോകാം അതൊക്കെ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു പുതിയൊരു ഡിസ്കഷനായിട്ട് തന്നെ നമുക്ക് വെക്കാം. നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു പോകും. കാരണം ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിയുള്ള ഒരാളാണ്. അന്നേരം വെറുതെ ആ ബന്ധത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ റിറ്റാലിയേറ്റ് ചെയ്യും. അവർ ചിലപ്പം വന്ന് കുടുംബത്തെ മുഴുവൻ ഒരു മർഡർ സൂയിസൈഡിൽ കൂടെ കൊന്നെന്നും വരും, അല്ലെങ്കിൽ ആ ഇണയെ വകവരുത്തിയെന്ന് വരും. അന്നേരം എങ്ങനെ ബുദ്ധിപരമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഇറങ്ങിപ്പോകാമെന്നൊക്കെ ഉള്ളത് വേറൊരു ഡിസ്കഷനാണ്. അതൊരു ഇനി അരമണിക്കൂറത്തെ ഡിസ്കഷനാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അടുത്ത ചോദ്യം പോട്ട്. ജോലി സ്ഥലത്തുള്ള നാർസിസ്റ്റിക് സഹപ്രവർത്തകർ, അതല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു സഹപ്രവർത്തകനെ എങ്ങനെ കൈകാര്യം ചെയ്യാം? അത് പറയുമ്പം തമ്മ ചേച്ചി ചോദിച്ച ചോദ്യത്തിന് ചില ഉത്തരങ്ങൾ അതിൽ നിന്ന് തന്നെ കണ്ടെത്താം. കാരണം നമ്മളിപ്പം നമ്മുടെ പാർട്ട്ണർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കോവർക്കർ ആണെങ്കിലും ഈ കൂട്ടരെ കൈകാര്യം ചെയ്യുന്ന ഒരേ സ്ട്രാറ്റജി മാത്രമേ ഉള്ളൂ. അന്നേരം നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി അല്പം കുടുംബത്തിലും നമുക്ക് ഉപകാരപ്പെടും. എന്നാൽ എല്ലാ സ്ട്രാറ്റജിയും, ജോലി സ്ഥലത്തുള്ള എല്ലാ സ്ട്രാറ്റജിയും കുടുംബത്തിൽ നടക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഒരു നോർമൊന്നുമില്ല. എന്താ പറയുക, ഒരു പോളിസി അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ് ഒന്നും കുടുംബത്തിൽ ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഒന്നും നടക്കത്തില്ല. നല്ല ചെറിയ കാര്യങ്ങൾ നമുക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് നമുക്ക് ഇതിൽ നിന്ന് ഏറ്റെടുക്കുകയും ചെയ്യാം.
ഫസ്റ്റ് നമ്മുടെ ജോലി സ്ഥലത്ത് ഒരു ഒരു ബോസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കോവർക്കർ, നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകൻ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയി ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആകാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? ഞാൻ പറയും 100% ഉണ്ട്. കാരണം നമ്മുടെ ബോസ് എപ്പോഴും എപ്പോഴും ഇല്ല, എന്നാലും നല്ലൊരു ശതമാനം ആളുകളും ഈ പൊസിഷൻ ഓറിയന്റഡ് ആളുകളായതുകൊണ്ട് അവരെ പെട്ടെന്ന് തന്നെ ബോസ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു പേഴ്സണാലിറ്റി എപ്പോഴും അവരെ ഈ ഒരു പൊസിഷൻ ഹൈറാർക്കിയിലേക്ക് നയിക്കും. എന്നുകൊണ്ട് നമ്മുടെ ബോസ് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളാവണമെന്നില്ല. ട്രെയ്റ്റ് ഉള്ള ഒരാളാകാനുള്ള സാധ്യത ഒരു 100% അല്ലെങ്കിൽ ഒരു 99% ഉണ്ടെന്ന് തന്നെ കരുതിക്കോളും. ഫസ്റ്റ് കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി ഒരു ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ എപ്പോഴാരെങ്കിലും ഒരു മിസ്ട്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ മേളിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഒരു കൊളീജിയൽ അല്ലാത്ത എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് വന്നാൽ അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് മറവി നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ നാളെ ഇത് മറന്നു പോകും. എന്ത് പറഞ്ഞു, അവൻ എന്ത് ചെയ്തു. ഡോക്യുമെൻറ്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഭാര്യ-ഭർത്ത ബന്ധത്തിലും ഇത് തന്നെ ഇരിക്കണം. ഇവർ കറക്റ്റ് യെസ്, നോ ആൻസറുകളിൽ നിർത്താൻ നോക്കുക ചർച്ചകൾ. കാരണം ചർച്ചകൾ ഇവരുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവരെപ്പോഴും നമ്മളെ അവരുടെ ഈ ഗ്യാസ് ലൈറ്റിംഗ് ബിഹേവിയേഴ്സ് കൊണ്ട് മാനിപ്പുലേഷനും കൊണ്ട് ഇവരെപ്പോഴും ഒരു വിക്ടിമിനെ അല്ലെങ്കിൽ സർവൈവറിനെ ഇവർ കീഴ്പ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇവരോട് പറയേണ്ടത് കൂടുതലും ഈ നമ്മൾ പറയുന്ന ക്ലോസ് ടെൻഡഡ് ആൻസേഴ്സ് എന്ന് പറയും. യെസ്, എനിക്കിത് പറ്റും, അല്ലെങ്കിൽ എനിക്കിത് പറ്റത്തില്ല. അതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാതെ ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം വരത്തില്ല. ഈ വിവാഹ ജീവിതത്തിലാണെങ്കിലും ഇതൊന്ന് പ്രാവർത്തികമാക്കാൻ നോക്കുക. ഇവരുമായിട്ട് തർക്കിച്ച് ജയിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റും, ഇല്ലെങ്കിൽ എനിക്കിത് നടക്കത്തില്ല. ഇതൊരു 10 പ്രാവശ്യം അല്ലെങ്കിൽ 20 പ്രാവശ്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ പതുക്കെ ഈ വ്യക്തി ഉൾക്കൊള്ളും. ഈ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇത് നടക്കത്തില്ല, സാധിക്കത്തില്ല എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് സാധിക്കത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഇവർ വീണ്ടും ആ ഒരു വ്യക്തിയെ ഈ ഒരു കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ തർക്കിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെപ്പോഴും നമ്മളെ കീഴടക്കാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്, നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കുറേ ടെക്നിക്സ് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിക്ടിമൈസ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ജോലി സ്ഥലത്തെ ഒരു 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 നോർമൽ പേഴ്സണാലിറ്റി നമ്മുടെ ബോസ് ഒരു നാർസിസ്റ്റും ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു വ്യക്തിയായിട്ട് ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടരുത്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആകാംക്ഷയോ അല്ലെങ്കിൽ നമ്മുടെ വിഷമമോ ഇവരെ പുറത്ത് കാണിക്കാതിരിക്കുക. കാരണം ഇവർക്ക് നമ്മളെ ഇന്ന് കാണേണ്ടത് അതാണ്. നമ്മൾ കരയുന്നതും അല്ലെങ്കിൽ നമ്മൾ പ്രയാസപ്പെടുന്നതും നമ്മൾ കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതും ഇവർക്ക് കാണണം. അന്നേരം നമ്മൾ ഇവർക്ക് ഇത് കാണാൻ വേണ്ടി ഇവർ കൊതിക്കുമ്പോൾ നമ്മൾ ഈ ഒരു വികാരം അവരുടെ മുമ്പിൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ വിജയിക്കുകയാണ്. യുവർ ഫ്യൂവലിംഗ് എന്ന് പറയും. നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവർ നാളെയും ഇത് തന്നെ നമ്മളോട് ചെയ്യാൻ വേണ്ടി. സോ കീപ് യുവർ ഇമോഷൻസ് ആസ് മച്ച് ആസ് പോസിബിൾ അറ്റ് ദ വർക്ക് പ്ലേസ് വിത്തിൻ യുവർ സെൽഫ്. ഒരിക്കലും ഇവരുടെ മുമ്പിൽ വെച്ച് ഒരു ഡ്രാമയിലേക്ക് പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. നാർസിസ്റ്റ് ഡിമാൻഡ് ചെയ്യും, പല കാര്യങ്ങളും ജോലി സ്ഥലത്ത് ഡിമാൻഡ് ചെയ്യും. നീ കൂടുതൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓവർ ടൈം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ശനിയാഴ്ച വന്ന് ജോലി ചെയ്യുക എന്നൊക്കെ പറയുക. കഴിയുന്നത്ര ഇങ്ങനെ ഉള്ള നെഗോസിയേഷന് കീഴ്പ്പെടാതിരിക്കുക, അല്ലെങ്കിൽ വിധേയപ്പെടാതിരിക്കുക. ക്ലിയർ ആയിട്ട് പറയുകയാണ്, അന്ന് എൻ്റെ ജോലി ലീവ് ദിവസമാണ്, അന്ന് എനിക്ക് വർക്ക് ചെയ്യാൻ പാടില്ല, അല്ല വരാൻ സാധിക്കത്തില്ല എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ലീനിയൻസി കാണിച്ച് അല്ലെങ്കിൽ ലീനിയൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മളെ അവരുടെ ഒരു പരിധിയിലേക്ക് കൊണ്ടുവരും. പണ്ട് നമ്മൾ ചെറിയൊരു കഥ കേട്ടിട്ടുണ്ട്. ഒട്ടകത്തിന് ഇരിക്കാൻ ഒരല്പം ഇത് കൊടുത്തു, അവസാനം ഒട്ടകം കയറി മുഴുവൻ ഇരിക്കുകയും ചെയ്തു, മറ്റുള്ളവനെ തള്ളി താഴെയിട്ടെന്ന് പറഞ്ഞ പോലെ. ചെറിയ രീതിയിൽ ആദ്യം പറയും തലയൊന്ന് വെച്ചോട്ടെ എന്ന് പറയും, പിന്നെ കാലൊന്ന് വെച്ചോട്ടെ എന്ന് പറയും. അത് കഴിയുമ്പം ഒട്ടകം കയറി നമ്മുടെ സ്ഥലം ഓക്യുപ്പൈ ചെയ്യും, നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതാവുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകാതിരിക്കാൻ നോക്കുക. അഞ്ചാമത്, കൗൺസിലിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഏത് ഒരു ജോലി സ്ഥലത്തായാലും അവർ എംപ്ലോയി ഹെൽത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിയർ കൗൺസിലിംഗ് ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സസിൽ പോവുക, നമ്മൾ കൗൺസിലിങ്ങിന് വിധേയമാകുക, ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക, കാര്യങ്ങൾ പറയുക, ഇതെല്ലാം ഒന്ന് എഴുതി വെക്കുക. ഇത് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ കൊണ്ടുപോവുക. കാരണം ഇങ്ങനെയുള്ളവരെയൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മൾ സോഷ്യലി ആൻഡ് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആകുക എന്ന് പറഞ്ഞാൽ
നമ്മൾ എപ്പോഴും ഇവരുടെ ഒരു 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 വടി കോ നാർസിസത്തിന് അല്ലെങ്കിൽ ഇവരുടെ ഒരു ആത്മരതിക്ക് നമ്മൾ കീഴടങ്ങുന്നുവോ, ആ സമയത്ത് നമ്മളൊരു ബുദ്ധി ഇല്ലാത്ത ഒരാളായിട്ട് നമ്മളെ തന്നെ കൺസിഡർ ചെയ്യുക. കാരണം ബുദ്ധി ഉള്ള ഒരാൾ, സോഷ്യലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയും ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തിയും ഒരിക്കലും ഇവരുടെ കാര്യങ്ങൾക്ക് കീഴ്പ്പെടാതിരിക്കാൻ അവർ ആദ്യം തൊട്ടേ അവർ സൂക്ഷിക്കുകയും ചെയ്യും. വിവാഹ ജീവിതത്തിലായാലും ഇത് ഫസ്റ്റ് ഡേ ഓഫ് യുവർ റിലേഷൻഷിപ്പ് തന്നെ നമ്മൾ ഈ വ്യക്തിയെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, ഐ നീഡ് ടു ബി സോഷ്യലി ഇൻ്റലിജൻറ്റ്, ഐ നീഡ് ടു ബി ഇമോഷണലി ഇൻ്റലിജൻറ്റ്. ഇതിനെക്കുറിച്ച് ചിലപ്പം കൂടുതൽ ചർച്ച വേണ്ടി വരും. അത് ഞാൻ അടുത്ത ഘട്ടത്തിൽ ഉത്തര വേളയിലേക്ക് പോകാം. ആ സമയത്ത് കൂടുതൽ ചർച്ച ചെയ്യും. ഹൗ ടു ബി സോഷ്യലി ഇൻ്റലിജൻറ്റ്, ഹൗ ടു ബി ഇമോഷണലി ഇൻ്റലിജൻറ്റ്, അങ്ങോട്ട് പോകാം. പക്ഷേ അതിന് ഇപ്പോൾ ഒരു അവസരം ഇല്ലാത്തതുകൊണ്ട് ഇതിനൊരു ചികിത്സയുണ്ടോ, ഇസ് ദർ എ ട്രീറ്റ്മെൻറ്റ് ഫോർ ദിസ്? ചുരുക്കത്തിൽ പറയട്ടെ, ദർ ഇസ് നോ FDA അപ്രൂവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ ട്രീറ്റിംഗ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. FDA എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇതുവരെ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. അന്നേരം നമുക്ക് ഒരു ടാബ്ലറ്റോ ഒരു ഇഞ്ചക്ഷനോ കൊടുത്ത് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ ചികിത്സിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മരുന്നുമില്ല, അങ്ങനെ ഒരു ചികിത്സയില്ല. എങ്കിലും അതിൻ്റെ കോമോർബിഡിറ്റീസ്, അല്ലാതെ അതിൻ്റെ ചുറ്റിപ്പറ്റി ഉള്ള വിഷയങ്ങൾ നമുക്ക് ചികിത്സിക്കാൻ വേണമെങ്കിൽ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിക്ക് ആങ്സൈറ്റി ഉണ്ടെന്ന് വെച്ചോളൂ. ഒരു വൾണറബിൾ നാർസിസ്റ്റ് എപ്പോഴും ആങ്ഷ്യസ് ആണ്. ഈ ആങ്സൈറ്റിക്ക് വേണമെങ്കിൽ നമുക്ക് ചികിത്സിക്കാം. ഒരു ആൻറ്റി ആങ്സൈറ്റി ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു ആൻറ്റി ഡിപ്രസൻ്റ്, ഒരു വിഷാദ രോഗത്തിനുള്ള മരുന്നുകൾ നമുക്കറിയാം. ഇവിടെ പ്രൊഫഷനിലുള്ളവർക്കറിയാം ആ മരുന്നുകളെക്കുറിച്ച്. ആ മരുന്നുകളൊക്കെ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു രോഗാവസ്ഥയെ അല്ലെങ്കിൽ ഡിപ്രഷനെയോ ആങ്സൈറ്റിയോ ചികിത്സിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ ഒരു പേഴ്സണാലിറ്റിയെ ചികിത്സിക്കത്തക്കോണം മരുന്നുകൾ ഇല്ല. രണ്ടാമത്, ഇതിന് പറ്റിയ തെറപ്പികളുണ്ടോ അല്ലെങ്കിൽ സൈക്കോ തെറപ്പി സെഷൻസ് ഉണ്ടോ? വളരെയധികം തെറപ്പികൾ ഇതിനെ ചികിത്സിക്കാനുണ്ട്. കൂടി പറഞ്ഞാൽ ഒരു 10 മുതൽ 12 തരം തെറപ്പികൾ ഈ ഒരു ചികിത്സയ്ക്കുണ്ട്. അതിൻ്റെ ഒരു പ്രോഗ്നോസിസ്, ഈ തെറപ്പിയുടെ പ്രോഗ്നോസിസ് വളരെ പൂറാണ്. പൂറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊരു വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത കുറച്ചുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊരു മറ്റുള്ളൊരു ചികിത്സാ സംവിധാനം പോലെ അല്ല. ഇപ്പം നമുക്കൊരു വേറൊരു രോഗം വന്നൊരു ഒരു 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 ക്യാൻസർ വന്നു, അതിനൊരു തെറപ്പിയുണ്ട്. ഒരു കീമോതെറപ്പി എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. 95% ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്ത് ഒരു വ്യക്തിയെ പൂർണ്ണമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളൊക്കെ ഉള്ള ഒരു സമയത്ത് ഇതിൻ്റെ ഒരു പ്രോഗ്നോസിസ് ഈ 95 പോയിട്ട് ഒരു 5 മുതൽ 10% വരെ ചാൻസ് ഉള്ളൂ. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു വ്യക്തിയുടെ ഒരു സവിശേഷതയാണ്. ഇതൊരു രോഗം, അവസ്ഥയിലുപരി ഇതൊരു പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്കിന്ന് ഫോം ചെയ്യുന്ന ഒരു ഇതായതുകൊണ്ട് ഇറ്റ് ഈസ് ദ പേഴ്സൺ who that person is, or it's the person who they are is a person suffering from narcissistic personality. ആ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയെ മാറ്റാൻ പറ്റത്തില്ലല്ലോ. ഞാനാണെങ്കിൽ ഞാനായിരിക്കുമല്ലോ, ഇനി നാളെയും മറ്റന്നാളും ഞാനായിരിക്കും. അതുകൊണ്ട് ആ എന്നെ മാറ്റാനുള്ള സാധ്യതകൾ കുറവായതുകൊണ്ടാണ് ഈ ചികിത്സ സംവിധാനം. എന്നാലും ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു പ്രാക്ടീസിൽ ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫ്രെയിംസ് എന്ന് പറയും, FRAMES. ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ഒരു അബ്രീവേഷനാണ്. ഫീഡ്ബാക്ക്, റെസ്പോൺസിബിലിറ്റി, അഡ്വൈസ്, സ്ട്രാറ്റജീസ്, എമ്പതി ആൻഡ് സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞ നമ്മളുടെ ഒരാളുടെ ഒരു വ്യക്തിത്വത്തെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു തെറപ്പി സെഷനാണ്. അങ്ങനെയുള്ള പല STTP, അതായത് ഷോർട്ട് ടേം ഡൈനാമിക് സൈക്കോ തെറപ്പി, കോഗ്നിറ്റീവ് ബേസ്ഡ്, സ്കീമ ഫോക്കസ്ഡ്, അങ്ങനെ പറഞ്ഞ് ഞാൻ പേര് പറയുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക. മീറ്റാ കോഗ്നിറ്റീവ് ഇന്റർപേഴ്സണൽ തെറപ്പി, മീറ്റാ കോഗ്നിറ്റീവ് വാലിഡേഷൻ തെറപ്പി, സൈക്കോ അനാലിസിസ്, ക്ലാരിഫിക്കേഷൻ ഓറിയൻറ്റഡ് തെറപ്പി, ഇങ്ങനെ പറഞ്ഞ് പല തെറപ്പി സെഷനുകളുണ്ട്. അതിൻ്റെ ഓരോ രീതിയിലാണ്. ഇപ്പോൾ സൈക്കോ അനാലിറ്റിക്കൽ തെറപ്പി ഫ്രോയിഡിൻ്റെ തെറപ്പിയാണ്. കാരണം എങ്ങനെ ഒരു വ്യക്തി ഒരു നാർസിസ്റ്റായി എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ ചിന്ത കൊണ്ടുപോയിട്ട് ആ ഒരു ചിന്താ ശകലത്തെ നമ്മുടെ ചെറുപ്പം തൊട്ടുള്ള നമ്മുടെ വളർത്തിയ സമയവും അങ്ങനത്തെ ഉള്ള സമയത്തുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട്, അത് എങ്ങനെ നമ്മുടെ ഒരു വളർച്ചയെ ബാധിച്ചിട്ടുണ്ടെന്നെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുത്ത് ഈ ഒരു പേഴ്സണാലിറ്റിയെ ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ആക്കി മാറ്റുന്നതിനാണ് ഈ സൈക്കോ അനാലിറ്റിക്കൽ എന്ന് പറയുന്നത്. അതുപോലെ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോശ ചിന്തകളാണല്ലോ, ആ ചിന്തകൾ എങ്ങനെ കൺസ്ട്രക്റ്റീവ് ആക്കി എടുക്കാം, നെഗറ്റീവിൽ നിന്ന് എങ്ങനെ കൺസ്ട്രക്റ്റീവ് ആക്കി എടുക്കാം എന്നുള്ളൊരു ചികിത്സയാണ് ഈ കോഗ്നിറ്റീവ് തെറപ്പി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തെറപ്പികളെല്ലാം അല്പം
പുരോഗമിച്ചിട്ടുണ്ട്. ഓവർ ദ ടൈം അല്പം പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷേ അത് വലിയ എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇനി ഒരു വിട്ടുപോയ ഒരു ചോദ്യം, പെട്ടെന്ന് നമ്മൾ പോയപ്പോൾ വിട്ടുപോയൊരു ചോദ്യമാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ വാട്ട്സ് അവർ ഇംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഈ നാർസിസ്റ്റ് ആയ ഒരു കുഞ്ഞിനെ വളർത്താൻ അപ്പനും അമ്മയ്ക്കും എന്തെങ്കിലും ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ഒരു കുഴപ്പം കൊണ്ടാണോ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാവുന്നത്? ഉത്തരം പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെന്ന് തന്നെ പറയാം. നമുക്കൊരു ഒരു ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്കൊരു ഒരു സുപ്പീരിയോറിറ്റി, അല്ലെങ്കിൽ ഒരു അൺ അൺക്വസ്റ്റ്യൻഡ് ഒരു ഒരു വാട്ട് കൊടുത്ത എന്താ പറഞ്ഞ ഒരു 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 ബ്രില്യൻസ്, അല്ലെങ്കിൽ ബ്യൂട്ടിയെ കുറിച്ചോ അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റിയെ കുറിച്ചോ ഒരു ഒരു ഇംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് ചിലപ്പം ഒരു നാർസിസ്റ്റ് ആയിട്ട് വളരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പേരൻ്റായിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കുഞ്ഞ് പല കഴിവുകളുള്ള കുഞ്ഞായിരിക്കും, പക്ഷേ ഹീ ഈസ് വൺ എമംഗ് അതർ കിഡ്സ്. ഹീ ക്യാൻ ഹാവ് ഫെയിലിയേഴ്സ് ആൻഡ് സക്സസ് ഇൻ ലൈഫ്. ആ കൊച്ച് എപ്പോഴും കുഞ്ഞ് തോൽവിക്കും വിജയത്തിനും വളർന്നബിൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ. എന്നാലൊരു ഒരു ഒരു കുഞ്ഞ് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടി, എല്ലാ പ്രിവിലേജസിലും വളർന്ന്, അല്ലെങ്കിൽ മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാളും എല്ലാം സുപ്പീരിയർ ആണെന്നുള്ള ഒരു 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 ഓംനി പൊട്ടൻ പവർ കുഞ്ഞിന് കൊടുക്കാതിരിക്കാൻ നോക്കുക. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് ചിലപ്പോൾ ഒരു റിയാലിറ്റി വന്നു കഴിയുമ്പം കുഞ്ഞിന് ഈ സെൽഫിഷ്നെസ് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിൽ ഭാവിയിൽ രൂപീകരണപ്പെടുവാൻ അല്ലെങ്കിൽ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പേരൻസ് സൂക്ഷിക്കുക. കുഞ്ഞ് എപ്പോഴും വൺ എമംഗ് 100 കിഡ്സ് എന്നുള്ള രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് വരിക. എന്നാൽ കുഞ്ഞിൻ്റെ കഴിവുകളെ എല്ലാം പ്രോത്സാഹിപ്പിച്ച്, എന്നാൽ കുഞ്ഞിന് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനുള്ള ഗുണദോഷം എല്ലാം കൊടുത്ത് തന്നെ ഒരു കുഞ്ഞിനെ സാധാരണ രീതി വളർത്തിക്കൊണ്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഞാൻ ഇത് വളരെ ഒരു വലിയ ടോപ്പിക്കാണ്. ഞാൻ എല്ലാം ഒന്നും ടച്ച് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. ഞാൻ ഇവിടെ നിർത്തുന്നു. ഇനി ചോദ്യോത്തരത്തിലേക്ക് നമുക്ക് കടക്കാം. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മളിൽ ഉണ്ടോ എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഡോക്ടറെ? നല്ലൊരു ചോദ്യമാണ്. ഈ ചെക്ക് ലിസ്റ്റ് വെച്ച് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും നമ്മളൊരു സ്വാർത്ഥനാണോ എന്ന്. നമുക്ക് തിരിച്ചറിയാൻ നമ്മളെ തന്നെ ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതിൻ്റെ വിജയം എത്രമാത്രമാണെന്നുള്ളത് നമ്മുടെ ഒരു സെൽഫ് അക്സെപ്റ്റൻസിൻ്റെ ഒരു പരിധിയിലായിരിക്കും. നമ്മളെ തന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളൊരു സെൽഫ് അനാലിസിസിൽ കൂടെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും, ഞാൻ എന്നെ തന്നെ കേന്ദ്രീകരിച്ചാണോ എൻ്റെ ജീവിതം, അതോ ഞാനൊരു ആൾട്രൂയിസ്റ്റിക്, അല്ലെങ്കിൽ മറ്റുള്ള സമൂഹത്തെയാണോ എൻ്റെ ഒരു പരമപ്രധാനമായ ഫോക്കസ് എന്ന് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് നമ്മളുടെ പാർട്ട്ണറുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് ഒരു അപ്രമാദിത്വം, അല്ലെങ്കിൽ ഒരു ബോസ് അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും എൻ്റെ ശക്തിയെക്കുറിച്ചും അമിതമായ ഒരു കേന്ദ്രീകരിച്ചാണോ എൻ്റെ ചിന്തകൾ പോകുന്നതെന്ന് നമ്മളെ തന്നെ ഒന്ന് ചെയ്യാൻ നോക്കാം. ഞാൻ വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ നമുക്കെപ്പോഴും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം പറയണമല്ലോ എപ്പോഴും. നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്നത്, നിങ്ങളുടെ ഐഫോൺ ഒന്ന് തുറന്നു നോക്കിയിട്ട് നിങ്ങളുടെ ആ സെൽഫി ഇതിൻ്റെ അതോട്ട് പോയി കഴിയുമ്പോൾ എത്ര ഫോട്ടോ ഉണ്ടെന്ന് പറയാൻ പറയും. ചില കുട്ടികൾക്ക് 10,000 കൂടുതൽ സെൽഫി ഫോട്ടോസ് ഉണ്ട്. ചിലവർക്ക് ഒരു 3000 കാണും, ചിലവർക്ക് ഒന്നും കാണത്തില്ല. ഞാൻ പറയും, ഈ സെൽഫി കൊണ്ട് മാത്രം നമുക്ക് നമ്മളുടെ ഒരു സൗന്ദര്യത്തെക്കുറിച്ച് നമുക്കൊരു വലിയ ബോധമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നെങ്കിൽ തന്നെയും ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാവും, ഈ ഒരു സെൽഫി പോലും എടുക്കാത്തൊരു വ്യക്തി പ്രോബബ്ലി അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വലിയൊരു വിചാരമില്ലാത്ത ആളായിരിക്കും. എന്നാൽ 10,000 സെൽഫി എടുത്ത ഒരാൾ ചിലപ്പോൾ ഒരു കൂടുതൽ വിചാരമുള്ള ആളായിരിക്കുമെന്ന് നമ്മളൊരു ചെറിയൊരു സ്മോൾ എക്സാമ്പിൾ കൊണ്ട് നമുക്ക് ചിലപ്പം പറയാൻ പറ്റുമായിരിക്കും. സോ അത് വലിയൊരു എക്സാമ്പിൾ അല്ല. ഒരു സെൽഫി രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും നമ്മൾ പണ്ടാരോ നാട്ടിൽ പറഞ്ഞ പോലെ ആ ഒരു രാഷ്ട്രീയമൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. എന്നാലും ഞാൻ പറയുകയാണ്, ചെറിയ രീതിയിലും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് സ്വയം ഹൗ മച്ച് ഇമ്പോർട്ടൻസ് ആർ വി പേയിങ് ടു അവർ സെൽഫ് എന്നുള്ളത്. എന്നാൽ വേറൊരു തെറപ്പിസ്റ്റിന് അത് വേഗം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കാരണം അവർ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ 1-2 ഫീച്ചേഴ്സ് കൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ ഐഡിയ കിട്ടും നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. സെൽഫ് അക്സെപ്റ്റൻസ് ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. കാരണം നമ്മളെ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞായിരുന്നെങ്കിൽ ലോകം എന്നേ അങ്ങ് വലിയ നന്നായി പോയേനെ. കാരണം അവനവനെ തന്നെ മനസ്സിലാകാത്തൊരു ലോകമാണ് നമ്മുടെ ചുറ്റും ഉള്ളത്. അതുകൊണ്ട് അതിനുള്ള ചാൻസുകൾ വളരെ കുറവാണെങ്കിലും നമ്മുടെ ബുദ്ധി കൊണ്ട് തന്നെ നമ്മളെ തന്നെ മനസ്സിലാക്കിയാൽ വളരെ നല്ലതായിരിക്കും. താങ്ക് യു ഫോർ ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ ദോ.
Doctor, I have a question. Go ahead, please. If thyroid has any relation with narcissistic behavior, അത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതുപോലെ തന്നെ some people are over spiritual. ഇത് രണ്ടും ബിഹേവിയറുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പറയാൻ പറ്റും? That's true. First one is thyroid. തൈറോയിഡിന്റെ ഹോർമോൺ നമ്മുടെ ശരീരത്തിന്റെ ആകെയുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെയധികം ബാധിക്കുന്ന ഒരു ഇതാണ് തൈറോയിഡിലുള്ള ഏറ്റക്കുറച്ചിലുകൾ. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഒരാൾ ഒരു ഡിപ്രഷനായിട്ട് വന്നാലോ ഒരു മെയിനിയ ഫേസ് അല്ലെങ്കിൽ ഹൈപ്പോമേനിയ ബൈപ്പോളർ 1-2 സൈക്ലോതൈമിക് ഈ ഒരു ഏതൊരു അവസ്ഥയിൽ നമ്മൾ വന്നാലും ആദ്യമേ നമ്മൾ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ബ്ലഡ് വർക്ക് ആയിരിക്കും ഈ തൈറോയ്ഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. നമ്മൾ അവരുടെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH, T3, T4 എന്ന് പറഞ്ഞ ഹോർമോൺസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യും. കാരണം ഇതിൻ്റെ അളവ് കൂടിയിരുന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ ഇപ്പം T3 and T4 തൈറോയ്ഡ് ഹോർമോൺ തൈറോക്സിൻ എന്നൊക്കെ പറഞ്ഞ ഹോർമോൺസിൻ്റെ അളവ് കൂടിയിരുന്നാൽ നമ്മളെപ്പോഴും ഒരു 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 ഫാസ്റ്റ് പേസ്ഡ് ആളുകളായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ മൂവ്മെൻറ്റ്സിൽ നമ്മുടെ പ്രവർത്തികളിൽ കാര്യങ്ങൾ ചെയ്യുന്നതിൽ പറയുന്നതിൽ എല്ലാം നമുക്കൊരു ഒരു മറ്റുള്ളവരെക്കാളിലും കൂടുതലൊരു സ്പീഡ് കാണും. നമ്മുടെ ബേസിക് മെറ്റബോളിക് റേറ്റ് തന്നെ അല്പം കൂടുതലായിരിക്കും. ഈ ഒരു സ്വഭാവം ചിലപ്പോൾ ആളുകൾ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിട്ട് ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് ചെയ്യും. കാരണം നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് സംസാരിക്കുന്നു, നമ്മൾ മറ്റുള്ളവർ മൂവ് ചെയ്യുന്നതിനേക്കാളും കുറേ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഹീറ്റ് ഇൻടോളറൻസ്, സൗണ്ട് ഇൻടോളറൻസ്, കുറേ ഇൻടോളറൻസുകളുണ്ട് ഈ തൈറോയിഡിൻ്റെ പ്രശ്നത്തിന്. നമ്മൾ ചൂട് നമുക്ക് സഹിക്കത്തില്ല, ശബ്ദം സഹിക്കത്തില്ല, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇവരെ ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കൻ ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ ഒരു രീതിയിൽ പോവാം. ചിലപ്പോൾ ഇതുകൊണ്ട് ഒരു മേനിക് ബിഹേവിയർ പ്രസൻറ്റ് ചെയ്തെന്ന് വരാം. മേനിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് ആളുകൾ പോകാം. ഉന്മാദ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാർസിസിസവും ഈ ബൈപ്പോളാറിൻ്റെ മേനിക് ഹൈപ്പോമേനിക് ഫേസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രസൻറ്റ് ചെയ്യുമ്പം വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പൊതുസമൂഹത്തിലുള്ള ഒരു ആൾ ഇത് നോക്കുമ്പോൾ ഏകദേശം ഒരേ ഫീച്ചറായിരിക്കും കാണുന്നത്. അഹങ്കാരം, ബോസ്റ്റിങ്, പ്രൈഡ്, ഗ്രാൻഡിയോസിറ്റി, എക്സോൾട്ടേഷൻ, കമാൻഡിങ്, ഇതെല്ലാം വരുമ്പം ഏകദേശം ഒരേ രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ദർ ഈസ് എ റിലേഷൻഷിപ്പ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രാൻഡിയോസിറ്റി ആൻഡ് തൈറോയ്ഡ് കൈൻഡ് ഓഫ് തിങ്. അത് ഇൻവേഴ്സ്ലിയും ചിലപ്പം ബാധിക്കും. ചിലപ്പോൾ ഈ തൈറോയിഡിൻ്റെ T3, T4 കുറവ് കൊണ്ട് ചിലപ്പോൾ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു അന്തർമുഖനായിരിക്കത്തില്ല, പക്ഷേ അവരെ ഇതിൻ്റെ കുറവ് കൊണ്ട് ഒരു ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ഒരു ഫീച്ചർ കൊണ്ട് ചിലപ്പോൾ സമൂഹം ചിലപ്പോൾ അദ്ദേഹത്തെ ഒരു അന്തർമുഖനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു വൾണറബിൾ നാർസിസ്റ്റായിട്ട് ചിലപ്പം കണ്ടെന്നും വരാം. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതിനെ ചികിത്സിക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പം ഒരു പേഴ്സണാലിറ്റിയെ ചികിത്സിക്കുന്നതിന് ഒരു മേനിയ ഡിപ്രഷൻ അല്ലെങ്കിൽ ഉന്മാദ വിഷാദത്തെ ചികിത്സിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഈ തൈറോയ്ഡ് പ്രോബ്ലം ഫിക്സ് ചെയ്യുക എന്നുള്ളത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ തൈറോയിഡിൻ്റെ കുറവ് കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങളുണ്ട്. അത് വേറൊരു അറീനയാണ് സംസാരിക്കേണ്ടതിൽ. സെക്ഷുവൽ ഡിസോർഡേഴ്സ് വളരെയധികം ഉണ്ട്. അത് ആ കാര്യങ്ങളെല്ലാം വേറൊരു തലത്തിൽ നമുക്ക് സംസാരിക്കാം. രണ്ടാമത് ഇതിനെ ഒരു റിലിജിയോസിറ്റി, ഹൈപ്പർ റിലിജിയോസിറ്റി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നേരിട്ട് അങ്ങനത്തെ ബന്ധമില്ല, പക്ഷേ പരോക്ഷമായ അല്ലെങ്കിൽ ഇൻഡിറക്റ്റ് ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ മാത്രമേ ശരിയുള്ളൂ, ഞാൻ അല്ലാതെ വേറെ ഒന്നും ലോകത്ത് ശരിയല്ല എന്നുള്ളൊരു ചിന്ത നാർസിസത്തിൽ തീർച്ചയായിട്ടുമുണ്ട്. കാരണം അവർ ദാമ്പത്യ ജീവിതത്തിലായാലും ഏതിലായാലും ഞാൻ മാത്രമേ ശരിയുള്ളൂ. എൻ്റെ വിശ്വാസങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും. അത് രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റത്തില്ല, അത് ഒന്നായിട്ട് കാണാൻ പറ്റും. എൻ്റെ വിശ്വാസങ്ങൾ, എൻ്റെ ദൈവം, എൻ്റെ മതം അല്ലാതെ വേറെ ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ റിലിജിയോസിറ്റിയും അല്ലെങ്കിൽ ഹൈപ്പർ റിലിജിയോസിറ്റി തമ്മിൽ നേരിട്ടൊരു ബന്ധമില്ലെങ്കിലും ഇവരുടെ ഈ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് ഇവരുടെ ആ ഒരു പിടി അല്ലെങ്കിൽ ആ ഒരു പൊസസീവ്നെസ് അവർ ഈ മതത്തിലും അല്ലെങ്കിൽ അവരുടെ വൈകാരികമായ എല്ലാ തര വിശ്വാസങ്ങളിലും അവരത് പുലർത്തും. വേറൊരാളുടെ ഒരു വിശ്വാസമോ അങ്ങനെ അവർക്ക് ഉൾക്കൊള്ളാൻ ഒരു രീതിയിലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ മാത്രമേ സത്യമുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് അവർ പോകാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാളും കൂടുതൽ അവർക്കാണ് ഉള്ളത്. ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നമ്മൾ ഇവരെ ബന്ധത്തിൽ അവർ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യണം. അവരെ എങ്ങനെ ഇവരുമായിട്ട് ഇടപെട്ട് മുമ്പോട്ട് പോകാം. 30 വയസ്സ് മേളിലുള്ളവരാണെങ്കിൽ അത് അല്പം വേറെ രീതിയിൽ നമ്മൾ ചികിത്സ ഒരു തെറപ്പിസ്റ്റിനെ കണ്ടുകൊണ്ട് തന്നെ ചികിത്സിക്കണം.
50 വയസ്സിൽ താഴെയുള്ള വ്യക്തിയാണ് ഈ ഒരു സ്വഭാവത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ നമുക്ക് കുറെ കൂടെ ഒരു പ്രത്യാശ അവർക്ക് കൊടുക്കാം. നിങ്ങളിപ്പം വലിയൊരു ഡേഞ്ചറിലല്ല ജീവിക്കുന്നതെങ്കിൽ, ഒരു വലിയൊരു സംഘർഷാവസ്ഥയിലല്ല ജീവിക്കുന്നതെങ്കിൽ, ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യുമ്പോഴേ, നോർത്തിലൊക്കെ പോയി പഠിച്ച് ഒക്കെ വരുമ്പോൾ, നിങ്ങൾ ഒറ്റയ്ക്കുള്ളൊരു ജീവിതം വരുമ്പം ഈ നാർസിസിസ്റ്റിൻ്റെ ശരീരത്തിൻ്റെ ഒരു 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 പ്രത്യേകതകൾ അവർ തന്നെ അക്സെപ്റ്റ് ചെയ്ത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരും, ക്ലേശം വരും, ചിലപ്പോൾ കാലിലൊക്കെ എണ്ണയിട്ട് തരാൻ ഒരാൾ വേണമെന്ന് വരും. അന്നേരം നമ്മൾ തന്നെത്താനൊന്ന് ഒതുങ്ങി മുമ്പോട്ട് പോയി, ഞാൻ പറഞ്ഞ സെക്കൻഡ് ഹണിമൂൺ ഫേസിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ഇവർ ജീവിതത്തിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ, ഈ ഒരു ദാമ്പത്യത്തിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിലും വളരെ സൂക്ഷിച്ച് എക്സിറ്റ് ചെയ്യേണ്ട ഒരു വലിയ സംഭവമുണ്ട്. അതിൻ്റെ അകത്തൊരു നമ്മൾ പറയുമ്പോൾ ഒരു 10 സ്ട്രാറ്റജി പറയും. അവരെപ്പോഴും വളരെ സൂക്ഷിച്ചും വളരെ ലോ കീ മാനറിൽ എക്സിറ്റ് ചെയ്യണം. ലോ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും മറ്റേ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാതെ വളരെ സൈലൻ്റ് ആയിട്ട്, വളരെ സെക്യൂറായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലും നമ്മൾ വിജയിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് മറ്റേ വ്യക്തിക്ക് കൊടുക്കാതെ വളരെ കെയർഫുള്ളായിട്ട് ഇൻ്റലിജൻ്റായിട്ട് എക്സിറ്റ് ചെയ്യേണ്ട ഒരു മാരേജാണ് ഒരു നാർസിസ്റ്റുമായിട്ടുള്ള മാരേജ്. അല്ലാതെ ഞാനിപ്പോൾ നിന്നെ തകർത്ത് കളയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ തകർന്നു പോകത്തുള്ളൂ. കാരണം നമ്മൾ 90% മാരേജസിലൊക്കെ ഈ നാർസിസ്റ്റുമായിട്ടുള്ള മാരേജൊക്കെ പെട്ടെന്നൊന്ന് വേർപെടുത്താനൊക്കെ നോക്കിക്കഴിയുമ്പോൾ പെട്ടെന്ന് ആത്മഹത്യയും പെട്ടെന്ന് ഹോമിസൈഡും സൂയിസൈഡും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് വളരെ വളരെ പ്ലാൻഡ് ആയിട്ട് ഉള്ള ഒരു നീക്കമായിരിക്കണം. ഒരു നല്ല പരിചയമുള്ള ഒരു തെറപ്പിസ്റ്റുമായിട്ട് കൂടി നല്ല ഒരു കൺസൾട്ടേഷനിൽ കൂടി മാത്രമേ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എക്സിറ്റ് സ്ട്രാറ്റജി, എക്സിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാനാണ്. മറ്റുള്ള കോമോർബിഡിറ്റീസായ വിഷാദ ഉന്മാദ രോഗങ്ങൾ, ബൈപ്പോളാർ ഡിസോർഡേഴ്സ്, അത് ലേറ്റ് ഓൺസെറ്റ് ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആണ് നമ്മുടെ സൊസൈറ്റിയിൽ. എന്ന് പറഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഒരു മേനിക് ഡിപ്രസീവ് അല്ലെ ബൈപ്പോളാർ എന്ന് പറഞ്ഞ രോഗത്തിലേക്ക് ആളുകൾ പോകുക എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആണ്. നമ്മൾ പല ആളുകളെയും ഈ ഒരു ചെറിയ ഹൈപ്പോമേനി, അതായത് ചെറിയൊരു ഉന്മാദത്തിലേക്ക് പോകുന്ന ആളുകളെ നമ്മൾ നാർസിസ്റ്റായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. അത് പൂർണ്ണമായിട്ടൊരു തെറ്റിദ്ധാരണയാണ്. ഇവർക്കൊക്കെ നല്ല ചികിത്സ, നല്ല ഈ മേനിക് ഡ്രഗ്സ് അല്ലെങ്കിൽ മൂഡ് സ്റ്റെബിലൈസേഴ്സ്, നമ്മുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഡ്രഗുകളൊക്കെ വളരെ സുലഭമായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു ചെറിയ ഡോസ് ഓഫ് മെഡിക്കേഷൻ കൊണ്ട് ഈ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യും. ചിലപ്പോൾ ആ ഒരു മൂഡ് സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇതൊരു നാർസിസിസം അല്ല, ഒരു പെട്ടെന്ന് വന്ന ഒരു രോഗാവസ്ഥ, ഒരു ഉന്മാദ വിഷാദ രോഗാവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കാനെല്ലാം സാധിക്കും. പെട്ടെന്ന് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തികളുടെ ഒരു ഓവറോൾ പേഴ്സണാലിറ്റി 50 വയസ്സ് കഴിഞ്ഞിട്ടാണോ ഇതെല്ലാം തുടങ്ങിയത്, അല്ലെങ്കിൽ അതോ ജീവിതകാലം മുഴുവൻ ഇതുപോലുള്ള ഒരു ആത്മരതിയിൽ ഏർപ്പെടുന്ന ആളാണോ എന്നുള്ളത് നമ്മൾ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഒരു പെട്ടെന്നൊരു ഡിസിഷനിലേക്ക് പോകാൻ. ഇതൊരു നാർസിസം ആണോ എന്നുള്ളത് ചിലപ്പോൾ അതായിരിക്കാൻ വഴിയില്ല. ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കാണുന്നത് വളരെ നന്നായിരിക്കും.